എൻ്റെ ശബ്ദം ക്ലിയറാണോ? ശബ്ദം ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാമോ? താങ്ക് യു. കർത്താവിൻ്റെ മഹനീയ നാമം വാഴ്ത്തപ്പെടട്ടെ. മലയാളി പെൻറ്റിക്കോസ്റ്റൽ യൂത്ത് ഫ്രണ്ട്സ് എന്ന ഈ അനുഗ്രഹീതമായ ചാനലിലൂടെ കർത്താവിൻ്റെ വചനവുമായിട്ട് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ അടുത്ത് വരുവാൻ കർത്താവ് അനുവദിച്ച എല്ലാ അവസരങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ MPYF-ൻ്റെ അഡ്മിൻസ് ആയിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠരായ എല്ലാ ദൈവദാസന്മാരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവവചനത്തിൻ്റെ മുമ്പിലേക്ക് വരാം. ദൈവവചനം നമ്മളെ ചൈതന്യപ്പെടുത്തുന്നതും ദൈവവചനം നമ്മളെ ശക്തീകരിക്കുന്നതും നമ്മുടെ ഉള്ളിൽ വലിയ പ്രതീക്ഷ നൽകുന്നതും പ്രത്യാശ നൽകുന്നതുമായ തിരുവെഴുത്ത് നമുക്കിന്ന് പകലിൽ ധ്യാനിക്കാം. തുടർമാനമായി ഈ ദിവസങ്ങളിൽ കരുതുന്ന ദൈവം എന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തെ തന്നെ സംബന്ധിച്ച് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. വിവിധ കർത്തൃദാസന്മാർ വിവിധ പെർസ്പെക്റ്റീവിലാണ് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് പകലിൽ നിങ്ങളുമായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് ലഭിച്ച ചില ദൈവിക അരുളപ്പാടുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ള വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. 22-ന്റെ 1 മുതലുള്ള ചില വാക്യങ്ങളൊന്ന് വായിക്കാം. ദയവായി പരിചിതമായ വാക്യങ്ങളാണ്. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ നിൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്നരുളി ചെയ്തു. അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറകും കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിക്കുവിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം എന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിലുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിലുള്ള ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവൻ ഇരുവരും ഒന്നിച്ചു നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവനെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിത് വിറക് അടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി വിറകിന്മേൽ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്നവൻ പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവെക്കരുത്, അവനോടൊന്നും ചെയ്യരുത്,
നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ, ഈ വാക്കാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. വളരെ സുപ്രധാനമായ, അതിപ്രധാനമായ, വളരെ സുപരിചിതമായ ഒരു ടോപ്പിക്കാണ് ഇന്ന് പകലിൽ നമുക്ക് ധ്യാനത്തിനായിട്ട് ലഭിച്ചിരിക്കുന്നത്. ദൈവം കരുതുന്ന ദൈവമാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ഇന്ന് പകലിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോകുകയാണ്. എന്നെ വളരെ അതിനകത്ത് ഇഷ്ടപ്പെടുത്തിയ വാക്യം 13-ാമത്തെ വാക്യമാണ്. ഞാനൊരു വേറെ ഒരു വേർഷൻ, ഒരു ഈസി വേർഷൻ എന്ന് പറഞ്ഞ ബൈബിളും കൂടെ അതിനകത്ത് നോക്കി വായിക്കാറുണ്ട്, പതിവുണ്ട്. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അപ്പോൾ ഈ കരുതുന്ന ദൈവം എന്ന ഈ വിഷയത്തെ ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്കുണ്ടായ ഒന്ന് രണ്ട് ദൈവിക ചിന്തകൾ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നമ്മുടെ ദൈവത്തിൻ്റെ പേരുകളിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ് ഹി ഈസ് എ പ്രൊവൈഡർ. അവൻ കരുതുന്ന ദൈവമാണ്. ബൈബിളിനകത്ത് ദൈവത്തിന് ഒരുപാട് പേരുകളുണ്ട്. നമ്മെ ഒരുപാട് ആശ്വസിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ദൈവം കരുതുന്ന ദൈവമെന്ന് പറയുന്നത്. കേൾക്കാനും അത് വളരെ ഇമ്പകരമായ കാര്യമാണ്. ദൈവം കരുതുന്ന ദൈവമാണ്. വേദപുസ്തകത്തിൻ്റെ, വിശുദ്ധ ബൈബിളിൻ്റെ ആരംഭ പുസ്തകം മുതൽ ദൈവത്തിൻ്റെ അസാധാരണമായ കരുതലുകളെ നമുക്ക് കാണാൻ പറ്റും. അസാധാരണമായ കരുതലുകൾ. വാസ്തവത്തിൽ 5 ദിവസം കൊണ്ട് സൃഷ്ടിപ്പ് നടത്തിയതിന് ശേഷമാണ് 6ാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ആരോ തമാശയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് മനുഷ്യനെ ആദ്യം സൃഷ്ടിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് മനുഷ്യനെ ആദ്യം സൃഷ്ടിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് 6ാം ദിവസം ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ. മനുഷ്യന് വേണ്ടുന്നതെല്ലാം ഭൂമിയിൽ സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം ഒടുവിൽ മനുഷ്യനെ ഉണ്ടാക്കിയത്. മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നിട്ട് യാതൊരു കാര്യത്തെക്കുറിച്ചും ആവലാതിപ്പെടാതെ വേവറിയാതിരിക്കേണ്ടതിന് അതെ മനുഷ്യന് വേണ്ടുന്നതെല്ലാം ദൈവം കരുതി വച്ചു. സത്യത്തിൽ നമ്മളെ വിളിച്ചതിന് ശേഷമല്ല കരുതിയത്. നമ്മളെ വിളിക്കുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ, ക്രിസ്തുവിൽ ഉരുവാകുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പേ, ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചതിന് ശേഷമാണ് ദൈവം നമ്മളെ വിളിച്ചത്. ബൈബിളിലെ പല ഭാഷകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവം കരുതിയേക്കൂന്നല്ല, ദൈവം കരുതിയേക്കുമെന്നല്ല, കരുതും
ആമേൻ. ദൈവം അത് ബൈബിളിൽ ഉപയോഗിച്ചേക്കുന്ന ഭാഷ ശ്രദ്ധിക്കണം. ദൈവം കരുതി കഴിഞ്ഞു. ദൈവം നമുക്ക് വേണ്ടി കരുതി കഴിഞ്ഞു. ഇനി നമ്മൾ അത് കാണാനുള്ള ആത്മീയ കണ്ണ് നമ്മുടെ തുറന്നാൽ മതി. ദൈവം ഓൾറെഡി കരുതി കഴിഞ്ഞു. മനുഷ്യന് വേണ്ടുന്ന എല്ലാ നടപടികളും ദൈവം ചെയ്തു കഴിഞ്ഞു. ഈ പ്രഭാതത്തിൽ എന്നെ വാച്ച് ചെയ്യുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവം കരുതി കഴിഞ്ഞു. ദൈവത്തിൻ്റെ കരുതൽ കാണാൻ നമ്മുടെ കണ്ണ് തുറക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം കരുതിയത് കാണാനുള്ള കണ്ണ് ചിലർക്കില്ലാതെ പോയി. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്, ഹാഗാറിൻ്റെ മുമ്പിൽ ഒരു ഉറവ തുറന്നിട്ട് അവർക്ക് കാണാൻ പറ്റിയില്ല. പ്രൈസ് ദ ലോർഡ്. ഏലിയാവിൻ്റെ ശിഷ്യൻ്റെ മുമ്പിൽ ദൈവം അഗ്നിമയ രഥങ്ങളെ ഇറക്കി നിർത്തിയപ്പോൾ അത് കാണാനുള്ള കണ്ണ് ഏലിയാവിൻ്റെ ശിഷ്യനുണ്ടായില്ല. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കണ്ണ് തുറക്കുക എന്നുള്ളതാണ്. ദൈവം കരുതി കഴിഞ്ഞു. മനുഷ്യന് വേണ്ടി, പ്രിയരെ, എന്നെ ഹൃദയത്തിൽ വളരെ സന്തോഷിപ്പിച്ച ഒരു ചിന്തയാണ്, മനുഷ്യന് വേണ്ടി ദൈവം ഇനി ഒന്നും ചെയ്യാനില്ല. മനുഷ്യന് വേണ്ടി ദൈവം എല്ലാം ചെയ്തു കഴിഞ്ഞു. സുനി ഐക്കാട് പാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്ക് എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുത്തി. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു പ്രായോഗികനായ മനുഷ്യൻ ഒരു കൊരണ്ടിപ്പലകയ്ക്കകത്ത് കയറി ഇരുന്നു കൊണ്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കുന്ന ഒരാളായിട്ടാണ് ദൈവത്തെ പലരും കാണുന്നത്. ദൈവത്തെ അങ്ങനെ കാണരുത്. ദൈവത്തിന് നമ്മുടെ ഈ 1/2 കിലോ ഉള്ള ബ്രെയിൻ കൊണ്ട് അളക്കാൻ പറ്റുന്ന നിലയിലുള്ള ആളല്ല. ദൈവത്തെ നമുക്ക് അങ്ങനെ അളക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മുടെ ചിന്തകൾക്കെല്ലാം അതീതമാണ്, അപ്പുറമാണ്. ദൈവത്തിൻ്റെ പ്രൊവിഷൻ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. അപ്പോൾ മനുഷ്യൻ ഭൂമിയിൽ വന്നിട്ട് ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുതെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ദൈവം മനുഷ്യന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. മനുഷ്യനെ ആദ്യം ഉണ്ടാക്കാഞ്ഞത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രാസംഗികൻ അല്പം ഫലിതത്തോടെ, തമാശയോടെ പറഞ്ഞൊരു വാക്കും കൂടെ ഞാൻ ഇവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനെ ദൈവം ആദ്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്നത്തെ കൺസെപ്റ്റ് അനുസരിച്ച് അവൻ പറഞ്ഞേനെ, ഞാനും ദൈവം കൂടെ ചേർന്ന ഇതെല്ലാം ഉണ്ടാക്കിയതെന്ന് പറയാതിരിക്കാൻ ദൈവം തമ്പുരാൻ മനുഷ്യനെ അവസാനമാണ് ഉണ്ടാക്കിയത്. പ്രിയരെ, അവന് പാർക്കാൻ തോട്ടം, ആ തോട്ടത്തിനുള്ള അകത്തുള്ള എല്ലാ സുഖ സൗകര്യങ്ങൾ, അവനുള്ള ഏറ്റവും വലിയ അവൻ്റെ കൂട്ടാളി, എന്നൂടെ തെളിച്ചു പറഞ്ഞാൽ അവൻ്റെ ഹെൽപ്മീറ്റ്, അവൻ്റെ പാർട്ണർ, ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ ആദാമിൽ നിന്ന് ഹൗവയെ എടുത്തു കൊടുത്തു. ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടപ്പോൾ, ഏകാന്തത അനുഭവിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ തക്കതായ തുണി അവനിൽ നിന്ന് എടുത്തു കൊടുത്തു. അപ്പോൾ ദൈവം മനുഷ്യന് വേണ്ടി ഇനി ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല. യേശു തമ്പുരാൻ സകലതും മാനവ കുലത്തിനു വേണ്ടി യേശു തമ്പുരാൻ ചെയ്തു കഴിഞ്ഞു. ഈ പകലിൽ വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. പ്രധാനപ്പെട്ട ചില ചിന്തകൾ. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ പേരെന്ന് പറയുന്നത് തന്നെ കരുതുന്ന ദൈവം എന്നാണ്. ദൈവത്തിന് ഒരുപാട് പേരുകൾ ബൈബിളിലുണ്ട്. അതിനകത്ത് ഞാൻ ചില കാര്യങ്ങൾ പറയാം. കർത്താവിന് സ്തോത്രം. അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് ബൈബിളിലുണ്ട്. കർത്താവിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ഐ ആം ദ ലിവിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ ജീവൻ്റെ അപ്പമാണെന്നും വെള്ളമാണെന്നും അതെ സൗഖ്യമാക്കുന്നവനാണെന്നും കരുതുന്നവനാണെന്നും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കരുതുക എന്നുള്ള ആ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട 3 ചിന്തകൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. അപ്പോൾ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി കരുതി കഴിഞ്ഞു. കരുതി വെച്ചിരിക്കുന്നതല്ല, കരുതിയേക്കൂന്നല്ല, കരുതി കഴിഞ്ഞു. ആ കരുതലുകൾ നമ്മൾ കണ്ടാൽ മാത്രം മതി.
നമുക്കത് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് വലിയ ടെൻഷനുകൾ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, പ്രധാനപ്പെട്ട ഈ ചിന്ത ഈ അബ്രഹാമിൻ്റെ ഈ ഒരു സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചിന്തകൾ പറയാൻ പോവുകയാണ്. സ്തോത്രം. ഈ ദൈവം തമ്പുരാൻ അബ്രഹാമിനെ ഏതാണ്ട് എൻ്റെ പഠനം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 9 പ്രത്യക്ഷതകൾ, അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ 9 പ്രത്യക്ഷതകൾ അബ്രഹാമിനുണ്ടാകുന്നു. ഈ 9 പ്രത്യക്ഷതകൾക്കകത്ത് അബ്രഹാമിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രത്യക്ഷതയാണ് 22-ാം അധ്യായം. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, സ്തോത്രം, അബ്രഹാമിന് പരീക്ഷകൾ പലതരത്തിലുണ്ടായി. അതിലെ ഏറ്റവും ഒടുവിലെ പരീക്ഷയാണ് 22-ാം അധ്യായത്തിലെ പരീക്ഷ. ഈ പരീക്ഷയ്ക്ക് ശേഷം അബ്രഹാമിനെ പിന്നെ പരീക്ഷിച്ചതായി ബൈബിളിൽ വായിക്കുന്നില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ പരീക്ഷയ്ക്ക് ശേഷം അബ്രഹാമിനെ പിന്നെ പരീക്ഷിച്ചില്ല ദൈവം. എന്നാ എൻ്റെ അർത്ഥം എന്നാ? അബ്രഹാമിനെ ഇനി പരീക്ഷിച്ചാലും അബ്രഹാം വിജയിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പായി. അതുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കാഞ്ഞത്. 22-ാം അധ്യായത്തിലെ പരീക്ഷ കൊണ്ട് അബ്രഹാമിനോടുള്ള ബന്ധത്തിലെ പരീക്ഷകൾ അല്ലെങ്കിൽ പ്രത്യക്ഷതകൾ, ഇടപെടലുകൾ അവസാനിക്കുകയാണ്. ഇവിടെ ടെസ്റ്റ് എന്നും ടെംപ്റ്റ് എന്നും പറഞ്ഞ 2 വാക്കുകളാണ് ചിന്തിക്കേണ്ടത്. കർത്താവ് ഒരിക്കലും ഒരാളെയും ടെംപ്റ്റ് ചെയ്യുന്നില്ല, പ്രലോഭിപ്പിക്കുന്നില്ല. പക്ഷേ അവൻ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന ദൈവമാണ്, നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾ ഒരു റോങ് വേയിൽ എടുക്കരുത്. നമ്മളെ ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ നമ്മളെ ചില സമയത്ത് പരിശോധിക്കും. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഏറ്റവും എന്നെ ചലഞ്ച് ചെയ്തൊരു കാര്യമാണ്, നമ്മൾ എന്ത് പ്രസംഗിക്കുന്നുവോ അത് പാലിക്കുന്നുണ്ടോ എന്ന് ദൈവം നമ്മളെ പരീക്ഷിക്കും, നമ്മളെ ടെസ്റ്റ് ചെയ്യും. നിങ്ങൾ ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് ഏറ്റവും അധികം പ്രസംഗിക്കുന്നത്, ആ സബ്ജക്റ്റിനകത്ത് നിങ്ങൾക്കൊരു ടെസ്റ്റിംഗ് ഉണ്ടാകും. അബ്രഹാമിനെ പരീക്ഷിച്ച് പലതരത്തിൽ പരിശോധിച്ചിട്ട് ആ പരിശോധനകളെ മുഴുവനും അവൻ ജയിച്ചു. അവസാനം തൻ്റെ മകനെ വരെ കൊടുക്കാൻ അവൻ തയ്യാറായി. മകനെ വരെ കൊടുക്കാൻ അവൻ വിശ്വാസത്താൽ കൊടുത്തു എന്നാണ് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. അത്രയ്ക്കും ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കുന്ന ദൈവവൃദ്ധനായിരുന്നു അബ്രഹാം. അപ്പോൾ ഈ സ്വന്തം മകനെ കൊടുക്കുന്നതോടെ ഇതിനകത്തൊരു ഭയങ്കര കണക്ഷൻ ഉണ്ട് കേട്ടോ. സ്വന്തം മകനെ അബ്രഹാം കൊടുക്കുന്നതോടെ പ്രൈസ് ദി ലോർഡ് തൻ്റെ മേലുള്ള അല്ലെങ്കിൽ തൻ്റെ മേലുള്ള മുഴുവൻ പരീക്ഷകൾ അവസാനിക്കുകയാണ്. അബ്രഹാമിനെ പിന്നെ ഒരിടത്തും പരീക്ഷിച്ചതായിട്ട് കാണുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത് അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചതെന്നാണ്. Now it came about these things that God tested Abraham. ടെസ്റ്റഡ് എന്ന് പറഞ്ഞ വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, തൻ്റെ പുത്രനെ കൊടുത്തതോടെ കാര്യങ്ങൾ അവസാനിക്കുന്നു. അതിനകത്തൊരു സന്ദേശമുണ്ട്. പിതാവായ ദൈവം തൻ്റെ പുത്രനെ കാൽവറി കൊടുത്തതോടെ മുഴുവൻ കാര്യങ്ങളും അവസാനിക്കുകയാണ്. ഓ ബ്യൂട്ടിഫുൾ, ഹല്ലേലൂയ. തൻ്റെ പുത്രനെ കൊടുത്തതോടെ ലോകത്തിനോടുള്ള ബന്ധത്തിൽ, മാനവകുലത്തിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഇനി ഒന്നും ചെയ്യാനില്ല. ദൈവം ഈ പരീക്ഷകളെ മുഴുവനും ജയിച്ചു. നിങ്ങൾക്കറിയണം, യേശു തമ്പുരാന്റെ ശുശ്രൂഷയ്ക്കകത്തുള്ള പരീക്ഷകളെ മുഴുവനും യേശു ജയിച്ചു. സ്തോത്രം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് കർത്തൃദാസന്മാർ ഇത് വാച്ച് ചെയ്യുന്നു. യേശുവിനെ കൊടുക്കുന്നതോടെ, പുത്രനെ കാൽവറിയിൽ കൊടുത്തതോടെ യേശു ദൈവം തമ്പുരാൻ പുത്രൻ്റെ മേൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മേൽ, മാനവകുലത്തിൻ്റെ മേൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു, നിവർത്തിച്ചു കഴിഞ്ഞു. അബ്രഹാം മോനെ കൊടുത്തതുപോലെ പിതാവായ ദൈവം പുത്രനെ കാൽവറി കൊടുത്തു. എല്ലാ ടെസ്റ്റിങ്ങും കഴിഞ്ഞു.
യേശുവിനെ ടെസ്റ്റ് ചെയ്തത് ഒരുപാടെടുത്താണ് തൻ്റെ ശുശ്രൂഷയിൽ. സ്തോത്രം. മരുഭൂമിയിൽ പിശാച് പരീക്ഷിച്ചു, വാക്കിൽ പിടിക്കാൻ നോക്കി. പലയിടത്തും യേശുവിന് ടെസ്റ്റിംഗ് ഉണ്ടായി. കാൽവറിയിലാണ് ഏറ്റവും വലിയ ടെസ്റ്റ് ഉണ്ടായത്. കാൽവറിയിൽ കിടന്നപ്പോൾ ഇറങ്ങി വരാൻ പറഞ്ഞു, വെല്ലുവിളിച്ചു. മാനുഷിക വാക്കുകൾ യേശുവിനെതിരെ വെല്ലുവിളിച്ചു. നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വരാൻ പറഞ്ഞു. യേശു ഇറങ്ങിപ്പോയില്ല. പ്രിയരെ, നമ്മുടെ വ്യക്തിത്വത്തെയും ഇൻറ്റിഗ്രിറ്റിയെയും ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് ആർക്കും, ഏത് മനുഷ്യനും അത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി ഭക്ഷിക്കുക. നീ ദൈവപുത്രനെങ്കിൽ. കണ്ടോ, ക്രൂശി കിടന്നപ്പോൾ അതേ സാത്താൻ പറഞ്ഞു, നീ അനേകരെ അത്ഭുതം ചെയ്ത് വിടുവിച്ച ആളല്ലേ, നീ ഇറങ്ങി വാ ക്രൂശിൽ നിന്ന്. ഇറങ്ങി വന്നില്ല. ഇറ്റ് വാസ് എ ടെസ്റ്റിംഗ്. അതൊരു ഭയങ്കര അസാധാരണമായ പരീക്ഷയായിരുന്നു പ്രിയരെ. എന്നാൽ ആ പരീക്ഷകളെ എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം യേശു നിത്യതയിലേക്ക്, അല്ലെങ്കിൽ തമ്പുരാന്റെ അടുക്കിലേക്ക് കയറിപ്പോയി. ഇതേ നോക്കിയേ, അബ്രഹാമിന്റെ ഏറ്റവും വലിയ അവസാനത്തെ പരീക്ഷയായിരുന്നു പുത്രനെ കൊടുക്കുക എന്നുള്ളത്. ഇന്ന് പകലിൽ ഞാൻ അബ്രഹാമിനെ കുറിച്ചല്ല പ്രസംഗിക്കുന്നത്, കരുതുന്ന ദൈവത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. 3 തരത്തിലെ കരുതലുകളാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, ടെമ്പററി പ്രൊവിഷൻ, താൽക്കാലികമായ കരുതൽ. രണ്ടാമത്തെ കരുതൽ ഡെയിലി പ്രൊവിഷൻ, അനുദിനമായ കരുതൽ. മൂന്നാമത്തെ കരുതൽ പെർമനന്റ് പ്രൊവിഷൻ, നിലനിൽക്കുന്ന കരുതൽ. ഈ 3 ചിന്തകളെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. എനിക്ക് അനുവദിച്ച സമയത്തിൻ്റെ ഉള്ളിൽ ഞാനത് അവസാനിപ്പിക്കാം. അപ്പോൾ അതേ നോക്കിയേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അടുക്കും തോറും, ഇഫ് യു ആർ ക്ലോസർ ടു ദ ഗോഡ്, ദൈവത്തോട് ഒരാൾ അടുക്കും തോറും ചില സന്ദർഭത്തിൽ നമ്മൾ അറിയാതെ ഈ മോറിയുടെ മല കയറേണ്ടി വരും. ഈ വാക്ക് ശ്രദ്ധിച്ചോണം. ഇഫ് യു ആർ ക്ലോസർ ടു ദ ലോർഡ്, ദൈവത്തോട് ഒരു ദൈവ പൈതൽ അടുക്കും തോറും നമ്മൾ പോലും അറിയാതെ ഇങ്ങനെയുള്ള മോറിയുടെ കയറ്റങ്ങൾ കയറേണ്ടി വരും. സത്യത്തിൽ അതൊരു ടാസ്ക് ആയിട്ടുള്ള ജേർണിയാണ്. ഈ മലകയറ്റം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കയറ്റമല്ല. മോറിയ എന്ന ഈ മലകയറ്റം, ഞാൻ 22-ാം അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. മോറിയയുടെ കയറ്റം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ കയറ്റമാണ്. മോറിയയുടെ കയറ്റം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും നിന്നെ ലീവ് ചെയ്യുന്ന, അല്ലെ വിട്ടിട്ട് പോകുന്ന മലകയറ്റമാണ്. വളരെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങളുടെ കയറ്റമാണ് മോറിയയുടെ കയറ്റം. നമ്മുടെ ഉള്ളിൽ പോലും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കയറ്റമാണ് മോറിയയുടെ കയറ്റം. മൗണ്ട് മൊറായ അഥവാ മോറിയയുടെ കയറ്റം അത്ര ഈസി അല്ല. ടാസ്ക് ആയിട്ടുള്ള ഒരു ജേർണിയാണ് അബ്രഹാമിന് സംഭവിക്കുന്നത്. ഇന്ന് എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദൂത് പോലെ സംസാരിക്കുന്നു. നിങ്ങൾ കർത്താവിനോട് അടുത്ത് കഴിയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇതുപോലുള്ള ചില സ്തോത്രം ടാസ്കുകൾ, ചില ജേർണികൾ, നിങ്ങൾ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒറ്റപ്പെടുന്ന യാത്രകൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്തോത്രം അനുഭവിച്ചിട്ടില്ലാത്ത ഏകാന്തതയുടെ യാത്രകൾ, കയറേണ്ടുന്ന കയറ്റങ്ങൾ, മലകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കും. ഇവിടെ ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ എൻകൗണ്ടറുകളാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ദൂതൻ ഡയറക്റ്റ് ഇറങ്ങി അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. സ്തോത്രം. ഇതിനകത്ത് സ്തോത്രം അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും അധികം ഉണ്ടായ ഒരു പാർട്ടിലേക്ക് ഞാൻ കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ യാത്രയ്ക്കകത്ത് മറ്റാരുമില്ല അബ്രഹാമിന്റെ കൂടെ നിൽക്കാൻ. ടാസ്ക് ആയിട്ടുള്ളൊരു യാത്രയാണ്. മകനുണ്ട്,
അബ്രഹാമുണ്ട്. ബാല്യക്കാർ താഴെ നിൽക്കുകയാണ്. സ്തോത്രം. ദൈവം പറഞ്ഞ വാക്കിനകത്ത് ഒന്നും നോക്കാതെ ഇറങ്ങിത്തിരിച്ച ദൈവ മനുഷ്യൻ, വിശ്വാസത്തിന്റെ മനുഷ്യൻ. വിശ്വാസത്തിന്റെ ചുവടുകൾ വെക്കുമ്പോൾ വിശ്വാസത്തിന്റെ ചുവടുകൾ നാം വെക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. പണ്ടാരോ പറഞ്ഞത് ഞാണിന്മേലുള്ള കളിയാണെന്ന് വിശ്വാസത്തിന്റെ ചുവടുവെപ്പുകൾ. അബ്രഹാം ദൈവത്തെ അതുപോലെ വിശ്വസിച്ചു. പ്രിയരെ, ഇന്ന് എനിക്കറിയത്തില്ല, എന്നെ ലൈനിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയുന്നു, ദൈവം അതുപോലെ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ബ്ലൈൻഡ് ഫെയ്ത്ത് ആയിരുന്നു. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതും. ഒരു ബ്ലൈൻഡ് ഫെയ്ത്തിലാണ് അബ്രഹാം ചലിക്കുന്നത്. സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, ബൈബിളിനകത്ത് റാഡിക്കൽ ക്യാരക്ടറുള്ള ആൾക്കാര്, ഇതുപോലുള്ള ക്യാരക്ടറുള്ള ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല. എൻ്റെ വിഷയം ഞാൻ വിട്ടുപോകുന്നില്ല. റാഡിക്കൽ ക്യാരക്ടർ, ഇതുപോലെ സ്വഭാവമുള്ള ആൾക്കാർ എവിടെ പ്രിയരെ? എന്നോടോ നിങ്ങളോടോ ഒരു സ്ഥലത്ത് പോകാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ആ സ്ഥലത്ത് പോകുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾ അന്വേഷിക്കും. നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾ എന്നോട് അമേരിക്ക പോകാൻ പറഞ്ഞാൽ ഞാൻ ചോദിക്കും, അമേരിക്കയിൽ എവിടാ പോകണ്ടേ? ഏത് എയർപോർട്ടിലാണ് ഇറങ്ങണ്ടേ? എന്നെ ആരാണ് കണക്ട് ചെയ്യാൻ കടന്നു വരേണ്ടത്, കളക്ട് ചെയ്യാൻ വരുന്നത്? പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ഫോൺ നമ്പർ എന്നാ, അവിടുത്തെ സ്തോത്രം അഡ്രസ് എന്നാ, എന്നെ റിസീവ് ചെയ്യാൻ ആരാ വരുന്നത്? ഇത്രയും ഡീറ്റെയിലുകൾ കിട്ടാതെ ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറത്തില്ല. അബ്രഹാമിന് ഇതിന് 10% പോലും, 1% പോലും ഡീറ്റെയിൽ കിട്ടാതെ അബ്രഹാം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാക്കിന് കാലുവെക്കുകയാണ്. മകനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും ആരോടും അനുവാദം ചോദിക്കാതെ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് 3-ാമത്തെ ദിവസം, അതെ സ്തോത്രം, ഇറങ്ങുക, നടക്കുക, വെറും കീറി നടക്കുക ബാലിക്കാരുമായിട്ട്. 3-ാമത്തെ ദിവസം ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. ഹോമയാഗം കഴിക്കാൻ പോവുക. ഹോമയാഗത്തിലുള്ള മൃഗമില്ല. ഓക്കെ, നമ്മൾ ആ പ്രധാന ചിന്തയിലേക്ക് വരുന്നു. ഇവിടെ മല കയറുന്ന അബ്രഹാമിനോട് മകൻ ചോദിക്കുന്ന ചോദ്യമാണ്, അപ്പാ കത്തിയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള മൃഗം ഇവിടെ? എന്തേ മൃഗം? അപ്പൊ മകന് യാഗത്തെക്കുറിച്ചുള്ള ശരിക്കായ ഒരു അറിവുള്ളത് കൊണ്ട് ആ ചോദ്യം ചോദിച്ചത്. എവിടെ മൃഗം? അപ്പൊ മോനറിയാം യാഗം എങ്ങനെ നടത്തണ്ടേന്ന്. അതുകൊണ്ടാണ് മോൻ ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. മൃഗം എവിടെ? അബ്രഹാമിന്റെ മറുപടി കേട്ടോ, യഹോവ ജൈറാം, ഹി ഈസ് മൈ പ്രൊവൈഡർ. ഇന്ന് പകൽ എൻ്റെ മെസ്സേജ് ശരിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ദൈവത്തിൻ്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഓൾവേസ് നോട്ട് എ മണി. ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത് എപ്പോഴും പണത്തെ ബേസ് ചെയ്തുകൊണ്ടല്ല. പലരും ദൈവത്തിൻ്റെ കരുതൽ എന്ന് കേൾക്കുമ്പോൾ അവരാദ്യം അവരുടെ മൈൻഡ് സെറ്റപ്പിനകത്ത് വരുന്നത് പണത്തെക്കുറിച്ചാണ്. എന്നാൽ എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത്, ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്തോത്രം, കരുതൽ എന്ന് പറയുന്നത് പൈസ മാത്രമല്ല പ്രിയരെ. ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് ഭൗതികത്തിലുള്ള സകലതും നഷ്ടപ്പെട്ടിട്ടും ഇയ്യോബ് ദൈവത്തെ സെർവ് ചെയ്യാൻ മറന്നില്ല. ശലോമോൻ ഒരിക്കലും പൈസയല്ല ദൈവത്തോട് ചോദിച്ചത്, വിസ്ഡമാണ് ചോദിച്ചത്. ഓ ബ്യൂട്ടിഫുൾ. ദൈവാത്മാവ് സംസാരിക്കുന്നതിന്റെ ഉള്ളത്തിൽ ശലോമോൻ പണമല്ല ദൈവത്തോട് ചോദിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത് പണമല്ല. ദൈവത്തിന്റെ കരുതലിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കേട്ടോ. ദൈവത്തിന്റെ കരുതലിനകത്ത് വിസ്ഡമുണ്ട്, ജ്ഞാനമുണ്ട്. ദൈവത്തിന്റെ കരുതലിനകത്ത് സമാധാനമുണ്ട്. ദൈവത്തിന്റെ കരുതലിനകത്ത് ദൈവത്തിന്റെ സ്തോത്രം മഹത്വമുണ്ട്. ദൈവത്തിന്റെ കരുതലിനകത്ത് സൗഖ്യമുണ്ട്. ദൈവത്തിന്റെ കരുതലിനകത്ത് ദൈവിക ഇടപെടലുണ്ട്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത് മെറ്റീരിയൽ ബ്ലെസ്സിങ് മാത്രമല്ല. നമ്മൾ അറിയാത്ത കുറെ മേഖലകൾ ദൈവത്തിന്റെ കരുതലിനകത്തുണ്ട്.
അതുകൊണ്ടാണ് എക്സോഡസ് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇന്ന് പകലിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയുന്നു, നിനക്ക് എന്താണ് ആവശ്യം? ആ മേഖലകളിൽ ദൈവം ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, അത് വെളിപ്പെടാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ഇത് കേൾക്കുന്നവർ, ഇനി കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കേട്ടോ. പരിശുദ്ധാത്മ പറയുന്നത് ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏത് ഏരിയയിലാണ് ദൈവത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ആ മേഖലയിൽ ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ദാഹമാണോ? അവനൊരു പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് എന്നോട് ഇന്ന് പറയാൻ പറയുന്നു, നിങ്ങൾക്ക് ദാഹമുണ്ടോ? അവൻ ജീവനുള്ള വെള്ളമായിട്ട് നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾക്ക് വിശപ്പുണ്ടോ? അവൻ അപ്പമായി നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾക്ക് ആത്മാവിനെ കൊതിയുണ്ടോ? പാനം ചെയ്യാൻ കൊതിയുണ്ടോ? അവൻ ആത്മാവായി നിങ്ങളുടെ അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സൗഖ്യത്തിന് ആവശ്യമുണ്ടോ? അവൻ സൗഖ്യദായകനായി നിങ്ങളുടെ അടുത്ത് വരും. ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. നിങ്ങൾ ഏകാന്തതയിലാണോ? ഇന്ന് പകലിൽ കർത്താവ് സംസാരിക്കും. നിങ്ങൾ ഏകാന്തതയിലാണോ? നിങ്ങളുടെ ഒരു സ്നേഹിതനായി പരിശുദ്ധാത്മാവ് ദൈവം തമ്പുരാൻ നിങ്ങളുടെ അടുത്ത് വരും. അപ്പോൾ ഈ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും മെറ്റീരിയൽ, ഭൗതികമായി ഒരു പൈസയെ ബേസ് ചെയ്തുകൊണ്ടല്ല ഈ കരുതുക എന്നുള്ള വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആമേൻ. കരുതുക എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കാര്യത്തെയാണോ, ദൈവത്തെ എങ്ങനെയാണോ നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യത്തിൽ ദൈവം നിങ്ങൾക്ക് ദൈവമായി വെളിപ്പെടുകയാണ്. ഞാനാകുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ജോലി ഇല്ലാത്തവര് എന്നെ കേൾക്കുന്നുണ്ട്. ജോലി ഇല്ലാത്തവർ, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പ്രൈസ് ദി ദൈവാത്മാവ് അത് എന്നോട് പറയുന്നു. ജോലി ഇല്ലാത്തവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, വളരെ ഇടുക്കത്തിലൂടെ പോകുന്നവർ, ഞാനാകുന്നവൻ ഞാനാകുന്നു. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ഞാനാകുന്നവൻ ദൈവത്തിന്റെ ഒരു പേരാ. ദൈവത്തിന് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ഐ ആം ദ പ്രൊവൈഡർ, ഐ ആം ദ ലോർഡ് ഓഫ് പ്രൊവിഷൻ. ഞാൻ കരുതുന്ന ദൈവമാണ്. ആമേൻ. അപ്പോൾ സമയത്തിന്റെ ഒരു ചെറിയ കുറവുള്ളത് കൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട 3 കരുതലുകളെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ഒന്നാമത്തത് ടെമ്പററി പ്രൊവിഷനാണ്, താൽക്കാലികമായ കരുതൽ. എന്താ അങ്ങനെ പറയാൻ കാരണമെന്നറിയോ? മിസ്രൈമിൽ 400 വർഷം ഇസ്രായേൽ മക്കൾ കിടക്കുമ്പോൾ അവർക്ക് ദൈവം തമ്പുരാൻ അവിടെ കൊടുത്തത് ടെമ്പററി പ്രൊവിഷനാണ്. ഞാൻ ഒരു വാക്യം നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 15:13 വാക്യം നിങ്ങൾക്കറിയാവുന്ന വാക്യമാണ്. ഞാൻ ഒന്ന് വായിക്കാം. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു. ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇത് നോക്കിക്കേ, ടെമ്പററി പ്രൊവിഷൻ, താൽക്കാലികമായ കരുതൽ. സ്തോത്രം. ഇസ്രായേൽ മക്കൾ 400 വർഷം മിസ്രൈമിലായിരുന്നപ്പോൾ അവർക്ക് താൽക്കാലികമായ കരുതലാണ് മിസ്രൈമിൽ ദൈവം ഏർപ്പെടുത്തിയത്. അബ്രഹാമിനോട് 15-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ സന്താനം സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പാർക്കും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചർച്ചിനകത്ത് എടുത്തൊരു മെസ്സേജാണ്. അബ്രഹാമിന്റെ യാഗത്തിൽ ഉണ്ടായ കുഴപ്പം കൊണ്ടൊന്നും അല്ല ഇസ്രായേൽ മക്കൾ അടിമത്തത്തിൽ പോയത്. എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. യാഗത്തിന്റെ നിയമം പോലും അബ്രഹാം യാഗം കഴിക്കുമ്പോൾ യാഗത്തിന്റെ നിയമം പോലും കർത്താവ് കൊടുത്തിട്ടില്ല. അബ്രഹാമിന്റെ കുഴപ്പമോ യാഗത്തിന്റെ കുഴപ്പമോ അല്ല ഈ സന്താനം മിസ്രൈമിൽ പോകാൻ കാരണം. അതൊരു അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷനാണ്. മറിച്ച് ദൈവത്തിന്റെ പ്ലാനായിരുന്നു. ദൈവത്തിന്റെ പ്ലാനിലുള്ള കാര്യമാണ്. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് പാർക്കും. ഇനി ഇവിടെയാ ചിന്തിക്കേണ്ടത്, എന്തിനാണ് അങ്ങനെ ഒരു ദൂത് പറഞ്ഞത്? എനിക്ക് ഒരു വാക്കുകൂടെ ഞാനൊന്ന് ഇറക്കി പറഞ്ഞോട്ടെ. അബ്രഹാം നടത്തിയ ഒരു ഉടമ്പടി, എബ്രഹാമിക് കവനന്റ്, ആകപ്പാട് ബൈബിളിൽ 10 ഉടമ്പടികളാണ്. സ്തോത്രം. ഞാനത് എൻ്റെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാനത് വിടുക. 10 ഉടമ്പടികൾ ബൈബിളിനകത്തുണ്ട്. ലവണ നിയമം, അബ്രഹാമി ഉടമ്പടി,
നോഹൈക ഉടമ്പടി, പ്രൈസ് ദി ലോർഡ്, ബ്ലഡ് കവനന്റ്, രക്തനിയമം, ഒരുപാട് ഉടമ്പടികളുണ്ട്. കർത്താവിന് സ്തോത്രം. ആ ഉടമ്പടിക്കകത്ത്, അബ്രഹാമി ഉടമ്പടിക്കകത്ത് വന്നപ്പോഴാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു വാക്ക് ഇതിൽ വാച്ച് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നു. പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറയുന്നു. അബ്രഹാം നടത്തിയ ഉടമ്പടിക്കകത്ത്, യാഗത്തിനകത്ത്, സ്തോത്രം, ദൈവം തമ്പുരാൻ അബ്രഹാമിനെ ഉറക്കിക്കിടത്തിയതിന് ശേഷം ആ യാഗത്തിന്റെ നടുവിലൂടെ ദൈവം തമ്പുരാൻ നടക്കുകയാണ്. ഒരു കഴിഞ്ഞ ദിവസം ഞാനത് ധ്യാനിച്ചപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയത്, കൂരിരുട്ട് വന്നു, അബ്രഹാം ഉറങ്ങിപ്പോയി, ഗാഢനിദ്ര വന്നു, അബ്രഹാമിനെ ഉറക്കിക്കളഞ്ഞു ദൈവം. നീ അവിടെ കിടക്കടാ, എന്റെ കാര്യപരിപാടികളെ ഞാൻ ചെയ്യാൻ പോവാ, നീ കുറച്ചു നേരത്തേക്ക് ഉറങ്ങിക്കോ. ഹൗവയെ എടുക്കാൻ നേരത്തെ ആദാമിനെ ഉറക്കിയിട്ടല്ലേ ഹൗവയെ എടുത്തത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ ഉറക്കിക്കിടത്തിയിട്ട് ദൈവം തന്റെ സന്താനത്തോടുള്ള, അവന്റെ സന്താനത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ദൈവം സംസാരിക്കുകയാണ്. നിന്റെ കണ്ണടഞ്ഞിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണ്ണടഞ്ഞിരിക്കട്ടെ, നിന്റെ മൈൻഡ് സ്തോത്രം അടഞ്ഞിരിക്കട്ടെ. നീ കഴിക്കുന്ന യാഗത്തിന്റെ അതെ നടുവിലൂടെ കടന്നു പോകുകയാണ്. സ്തോത്രം. അവന് മനസ്സിലാകാത്തൊരു കാര്യം, വലിയൊരു കൂരിരുട്ട് വന്നു, റാഞ്ചൻ പക്ഷി ഇറങ്ങി, അതിന്റെ നടുവിലൂടെ യഹോവയായ ദൈവം കടന്നുപോയി. യാഗത്തിന്റെ നിയമം കർത്തൃദാസന്മാർക്കറിയാം. യാഗത്തിന്റെ മൃഗത്തെ പിളർന്നു വച്ചതിന് ശേഷം സ്തോത്രം, ആ ഉടമസ്ഥർ അതിന്റെ നടുവിലൂടെ നടന്നു പോകണം. നടന്നു പോകുന്നതിന് അടയാളം എന്ന് പറയുന്നത്, ആരെങ്കിലും ഇതിൽ ഒരാള് സ്തോത്രം യാഗം തെറ്റിച്ചാൽ ഇതുപോലെ ആ ആളെ കീറിക്കളയണം, അല്ലെങ്കിൽ ഇതുപോലെ ആ ആളെ പിളരണം. അതാണ് ഉടമ്പടി, കവനന്റ് എന്ന് പറയുന്നത്. രണ്ടുപേർ തമ്മിൽ കവനന്റ് എടുത്താൽ, ഉടമ്പടി എടുത്താൽ, യാഗമൃഗത്തെ കീറി വെക്കുന്നത് പോലെ സ്തോത്രം, ആ ഉടമ്പടി തെറ്റിച്ചാൽ അതിനെ കീറുക എന്നുള്ളതാണ്. അപ്പോൾ അബ്രഹാം കീറി വെച്ച ഉടമ്പടിയുടെ നടുവിലൂടെ ദൈവം കടന്നുപോയി. ബ്യൂട്ടിഫുൾ, ഹല്ലേലൂയ. ദൈവം കടന്നുപോയി അതിന്റെ നടുവിലൂടെ. അതൊരു ക്രൂശിലെ വെളിപ്പാടായിരുന്നു. കേൾക്കുന്നുണ്ടോ? അതൊരു ക്രോസിന്റെ വെളിപ്പാടായിരുന്നു, ക്രൂശിന്റെ ശബ്ദമായിരുന്നു, പുത്രനെ തകർത്ത് കളയുന്ന വെളിപ്പാടായിരുന്നു അബ്രഹാമിന്റെ ഉടമ്പടിക്കകത്ത്. ബ്ലഡ് കവനന്റ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ടെമ്പററി പ്രൊവിഷൻ, ഒന്നാമത്തെ താൽക്കാലികമായിട്ടുള്ള ദൈവിക കരുതലുകൾ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലവരോട് പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി സംസാരിക്കുന്നു. ചില കരുതലുകൾ താൽക്കാലികമാണ്, നിലനിൽക്കുന്ന കരുതലുകളല്ല. ചില വ്യക്തികളെ നിന്റെ അടുത്ത് ദൈവം യോജിപ്പിക്കുന്നത് താൽക്കാലികമായ ഒരാശ്വാസത്തിനാണ്. യോനയുടെ തലയ്ക്ക് മീതെ ഒരാവണക്കിനെ നട്ടതുപോലാണ് ദൈവം ചിലത് ചെയ്യുന്നത്. നിങ്ങൾ അതിനെ കൂടുതൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ പ്രോപ്പർ പ്ലേസ് അതല്ല. ഹലോ, കേൾക്കുന്നവർ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ പ്രോപ്പർ പ്ലേസ് അതല്ല. അതുകൊണ്ട് അത് ടെമ്പററി ആയിട്ടുള്ള കരുതലുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, കെരീത്ത് ടെമ്പററി ആണ്. ഷാമാന സന്ധാലമായ ടെമ്പററി ആണ്. കെരീത്ത് ടെമ്പററി ആണ്. സ്തോത്രം. അതുപോലെ തന്നെ വിധവയുടെ വീട് ടെമ്പററി ആണ്, അത് സ്ഥിരമല്ല. പക്ഷെ അവിടെ ടെമ്പററി ആയിട്ടുള്ള പ്രൊവിഷൻ നിനക്കുണ്ട്. കാക്ക ടെമ്പററി ആണ്, അത് പെർമനന്റ് ബ്ലെസ്സിങ് അല്ല. ദൈവം ചില സന്ദർഭത്തിൽ ടെമ്പററി ആയിട്ടുള്ള ബ്ലെസ്സിങ്ങുകൾ നമുക്ക് നൽകും. ചില വ്യക്തികളെ ടെമ്പററി ആയിട്ട് നമ്മുടെ കൂടെ കൂട്ടി യോജിപ്പിക്കും. അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. 400 വർഷം മിസ്രൈമിൽ ഇവരായിരിക്കണം എന്നത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. ഇനി മിസ്രൈമിൽ അവരെ എന്തിനു കൊണ്ടുപോയെന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ഒന്ന്, ആ കാലഘട്ടത്തിൽ ഈ 70 പേരടങ്ങുന്ന ഈ കുടുംബത്തെ 30 ലക്ഷം പേരല്ലെങ്കിൽ 40 ലക്ഷം പേരാക്കാൻ, അവരെ വർദ്ധിപ്പിക്കുവാൻ, സ്തോത്രം, അവരെ പ്രൊഡക്റ്റീവ് ആക്കുവാൻ വേറെ ഒരു സ്ഥലം ഈജിപ്റ്റ് പോലെ ഇല്ല. ഈജിപ്റ്റ് പോലെ മറ്റൊരു സ്ഥലം ഇല്ല അവരെ വർദ്ധിപ്പിക്കാൻ. എനിക്ക് കിട്ടിയ ഒരു ആശയമാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ മക്കളെ ഈജിപ്തിൽ കൊണ്ടുപോയത്? അന്ന് ഈജിപ്റ്റ് വിസ്തൃതമായ സ്ഥലമാണ്.
എത്ര ലക്ഷം പേരെ വേണമെങ്കിലും ഉൾക്കൊള്ളാനുള്ള ഭൂപ്രകൃതിയുണ്ട് ഈജിപ്തിന്. പ്രൈസ് ദി ലോർഡ്. ഇനി എനിക്ക് സന്തോഷം തോന്നുന്നൊരു കാര്യം ഇതാണ്, ദൈവത്തിന്റെ മക്കളെ വർദ്ധിപ്പിച്ചത് മിസ്രൈമിൽ വെച്ചാണ്, അഥവാ ഈജിപ്തിൽ വെച്ചാണ്. ദൈവാത്മാവ് ഇന്നലെ രാത്രി ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ദൈവം ചില പ്രൊവിഷനുകൾ, നിങ്ങൾക്ക് ചില കരുതലുകൾ നൽകുമ്പോൾ തന്നെ അതിനകത്ത് വളരെ സഹിക്കാൻ പറ്റാത്ത ചില പ്രോസസ്സുകൾ ഉണ്ടാകും. ദൈവം നമ്മളെ നമുക്ക് വേണ്ടി കരുതുമ്പോൾ ആ കരുതലിനകത്ത് ചില പ്രൊവിഷനുകൾ, ആ കരുതലിനകത്ത് ചില പ്രോസസ്സുകളുണ്ട്. ദൈവത്തിന്റെ ചില കരുതലിനകത്ത് പ്രോസസ്സുകളുണ്ട്. ടെമ്പററി ആയിട്ടുള്ള പ്രൊവിഷൻ അവർക്ക് കൊടുക്കുമ്പോൾ തന്നെ അവർ കടന്നുപോയത് ദാരുണമായ പ്രയാസങ്ങളിലൂടെയാണ്, ഭയങ്കര പ്രയാസങ്ങളിലൂടെയാണ്. സ്തോത്രം. അവർ കടന്നുപോയത് കാരണം അവരെ മിസ്രൈമിൽ പീഡിപ്പിച്ചു, അല്ലാതെ അവരുടെ ജീവനെ കൈപ്പാക്കി. അവർക്ക് വൈക്കോല് കൊടുക്കാതെ തന്നെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരാൻ ഫറവോൻ പറഞ്ഞു. അപ്പോൾ ചില പ്രൊവിഷനുകൾ നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടുന്ന ചില കരുതലുകൾ, സ്തോത്രം, ചില ദൈവത്തിന്റെ കരുതലിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വേദനാജനകമാണ്. എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാർ ആരെങ്കിലും ഉണ്ടോ? ഈ അനുഭവത്തിലൂടെ പോകുന്നവർ, ദൈവത്തിന്റെ ചില കരുതലുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അത് വേദനാജനകമാണ്. അതൊരു പ്രോസസ്സാണ്. എന്താ പ്രോസസ്സ്? ഒരു വർധനവ് സംഭവിക്കാൻ പോകുകയാണ്. നിന്നെ ദൈവം തമ്പുരാൻ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. മൾട്ടിപ്ലൈ ആയിട്ട് വർദ്ധിപ്പിക്കാൻ പോവുക. ഉൽപ്പത്തി 1:26 പറഞ്ഞ ആ ദൂത് സംഭവിക്കാൻ പോകുക. പരിശുദ്ധാത്മാവിന്ന് രാവിലെ ഈ MPYF എന്ന ചാനലിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. നീ അറിയാത്തൊരു വർധനവ്, നീ അറിയാത്തൊരു പ്രൊവിഷൻ, നീ അറിയാത്ത എന്തോ ഒരു മൾട്ടിപ്ലിക്കേഷൻ നിന്റെ ലൈഫിനകത്ത് സംഭവിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് നിങ്ങൾ സ്വീകരിക്കുക. അവരെ പീഡിപ്പിക്കും തോറും വർദ്ധിച്ചു. സ്തോത്രം. അവർ തളർന്നെന്നല്ല, വർദ്ധിച്ചു, പെരുകി. അവരുടെ ആൾബലം കൂടി, അംഗബലം കൂടി. സ്തോത്രം. അവരുടെ ജീവിതത്തിനകത്ത് വലിയ വർധനവുകൾ സംഭവിച്ചത് മിസ്രൈമിൽ വെച്ച, മിസ്രൈമിൽ ഇട്ട് അവരെ വർദ്ധിപ്പിച്ചത്. മിസ്രൈമിന്റെ ഇരുമ്പ് ചൂളക്കകത്താണ് ദൈവം തമ്പുരാൻ അവരെ വർദ്ധിപ്പിച്ചത്. ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുന്ന പല കർത്തൃദാസന്മാർ എന്നെ വാച്ച് ചെയ്യുന്നു. നിങ്ങളെ ചില സമയത്ത് ദൈവം യൂസ്ഫുൾ ആക്കുന്നത്, ദൈവം ചിലപ്പോൾ നിങ്ങളെ വർദ്ധിപ്പിക്കുന്നത് ഇതുപോലുള്ള ചില പ്രതികൂല ഘട്ടങ്ങളിലിട്ടാണ്. ആമേൻ. പ്രയാസകരമായിട്ടുള്ള പ്ലേസിലിട്ടാണ് ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തിട്ടാണ് നിങ്ങളെ പ്രോഗ്രസ് ചെയ്യിക്കുന്നത്. നിങ്ങളെ മോൾഡ് ചെയ്യിക്കുന്നത് ഇഷ്ടമില്ലാത്ത ചില ഏരിയയിൽ ഇട്ടുകൊണ്ടാണ്, ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ ഇട്ടുകൊണ്ടാണ് നിങ്ങളെ ദൈവം വർദ്ധിപ്പിക്കുന്നത്. The mighty Holy Spirit. Hallelujah. ഈ പകലിൽ കേട്ടോ, ചില കർത്തൃദാസന്മാരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്, എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? അപ്പോൾ ഇസ്രയേലിനെ വർദ്ധിപ്പിച്ചത് 70 എന്നുള്ളത് 40 ലക്ഷം പേരാക്കിയത് മിസ്രൈമിൽ, ഈജിപ്തിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത, അവരുടെ സംസ്കാരത്തോട് യോജിക്കാത്ത മറ്റൊരു കൾച്ചറിലിട്ടാണ് ദൈവം തന്റെ ജനത്തെ പ്രൊഡക്റ്റീവ് ആക്കിയത്, പവർഫുൾ ആക്കിയത്. ഞാനിവിടെ നിന്നുകൊണ്ട് വളരെ ശക്തിയോടെ ഒരു ആലോചന പറയാം. സ്തോത്രം. പീഡിപ്പിക്കും തോറും അവർ പെരുകി. സ്തോത്രം. അവരെ കൊല്ലാൻ പറ്റിയില്ല, എബ്രായന്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറ്റിയില്ല. സ്തോത്രം. അത് മാത്രമല്ല, അവരുടെ എണ്ണത്തെ കുറക്കാൻ പറ്റിയില്ല. മറ്റൊരു ദൂത്, സ്തോത്രം, അവരെ നോക്കിക്കൊണ്ട് ഫറവോൻ പറയുന്ന ഒരു വാക്ക്, ഇവർ പെരുകിയിട്ടൊരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ രാജ്യത്തെ തോൽപ്പിച്ചിട്ട് പോകാതിരിക്കേണ്ടതിന് അവരോട് ബുദ്ധിയായി പെരുമാറുക. സ്തോത്രം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നുറുക്കപ്പെട്ടവർ മാത്രമേ സ്തോത്രം, ഉടയപ്പെട്ടവർ മാത്രമേ ഉപയോഗപ്പെട്ടിട്ടുള്ളൂ. സ്തോത്രം. നീ എത്രത്തോളം ഉടയപ്പെട്ടിട്ടുണ്ടോ അത്രത്തോളം ദൈവം നിന്നെ ഉപയോഗിക്കും. ഈ പകലിൽ എന്റെ സ്നേഹിതൻ ഗ്ലാഡ്സൺ അത് സ്തോത്രം ഇതിനകത്തൂടെ റൈറ്റ് ചെയ്യുന്നുണ്ട്. ഉടയപ്പെട്ടവരെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. ഒരാൾ എത്രത്തോളം ഉടയപ്പെട്ടോ അത്രത്തോളം മാത്രമേ ആ മനുഷ്യൻ പ്രയോജനപ്പെടത്തുള്ളൂ.
ഉടയപ്പെടാത്തവർ ഉപയോഗിക്കപ്പെടത്തില്ല. ക്രഷ് ചെയ്യാന്ന് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. ക്രഷ് ചെയ്യുക. നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തിട്ട് അവൻ നമ്മളെ വർദ്ധിപ്പിക്കും. ഞാനത് പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ അകത്ത് വരികയാണ്. സുവിശേഷ വേലയുടെ 26 വർഷങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്നെ ഒരുപാട് സ്ഥലത്ത് ദൈവദത്തമായ സ്വഭാവത്തിലേക്ക് ഞാൻ വരേണ്ടതിന് ദൈവം എന്നെ പലയിടത്തും എനിക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തിട്ട് ദൈവം എന്നെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിച്ചോ, ഇസ്രയേലിനെ ദൈവം വർദ്ധിപ്പിച്ചത് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കൾച്ചറിൽ ഇട്ടുകൊണ്ടാണ്. എത്രത്തോളം ഒരാള് തകർക്കപ്പെടുന്നോ അത്രത്തോളം സുഗന്ധം അവനിൽ നിന്ന് പുറത്തു വരും. മോർ യു ക്രഷ്ഡ്, മോർ യു യൂസ്ഫുൾ. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എന്നോട് സംസാരിക്കുന്നു. ടെമ്പററി പ്രൊവിഷൻ, താൽക്കാലികമായ കരുതലുകൾ. ചില വ്യക്തികളെയും ചില ഇടങ്ങളും ഒക്കെ താൽക്കാലികമാണ്. നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്യരുത്. ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈം താൽക്കാലിക ഇടമാണ്. അത് ടെമ്പററി പ്രൊവിഷനാണ്. പെർമനന്റ് ബ്ലെസ്സിങ് അതല്ല അവരുടെ. ജീസസ് നെയിം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഈ ആദ്യത്തെ സന്ദേശം ഞാൻ കൈമാറുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ടെമ്പററി പ്രൊവിഷനിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കരുത്. ഈ ചിലരുടെ ഒരു പ്രശ്നം എന്നാണെന്നറിയാമോ? നമ്മളെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ആരെങ്കിലും നമ്മളെ ഒന്ന് പുഷപ്പ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നോട്ടവും ശ്രദ്ധയും മുഴുവനും അങ്ങോട്ടായിരിക്കും. ആമേൻ. ഒരു രാത്രി കൊണ്ട് മുളച്ചു വന്ന ആവണക്ക് നിമിത്തം യോന ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ ദൈവം തമ്പുരാൻ പിറ്റേന്ന് ഒരു പുഴുവിനെ അയച്ച് ആവണക്കിനെ കുത്തിക്കളഞ്ഞു. നിങ്ങളുടെ നോട്ടം ആവണക്കിനെ ആകരുത്. കാക്കയല്ല, കാക്കയെ അയച്ച ദൈവത്തെ നിങ്ങൾ സ്തുതിക്കട്ടെ. ചില ടെമ്പററി കാര്യങ്ങളെ നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. ഇത് നോക്കിയ ചിറ്റുള്ളി, ഇറച്ചിയുടെ കലം. മിസ്രൈമിലെ ചില ടെമ്പററി ആയിട്ടുള്ള ബ്ലെസ്സിങ്ങിനകത്ത് നിന്റെ കണ്ണ് പതിക്കരുത്. ജീസസ്, ഹല്ലേലൂയ. ഞാൻ ഈ സന്ദേശം ഒന്ന് ബൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു വേഗത്തിൽ. ടെമ്പററി ആയിട്ടുള്ള ചിറ്റുള്ളിയുടെ കാര്യത്തിൽ നിന്റെ കണ്ണ് പതിക്കരുത്. ഇറച്ചിക്കലം, അവിടെ കിട്ടിയ പ്രൊവിഷൻ, ഇതിനേക്കാൾ മേന്മയേറിയത് ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ദൈവം നിന്നെ കൊണ്ടുപോവുകയാണ്. ജീസസ് ഓൾമൈറ്റി ഗോഡ്, ഹല്ലേലൂയ. ചിലടത്ത് സ്ട്രക്കായി പോയി പ്രിയരെ. ചില കർത്തൃദാസന്മാർക്ക് സംഭവിച്ചത് ചില ലിമിറ്റഡ് ആയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ചിലർ തൃപ്തരായി പോയി. ചില ലിമിറ്റഡ് ആയിട്ടുള്ള ശുശ്രൂഷയിൽ ചിലർ ലിമിറ്റഡ് ആയി പോയി. ഒരു പ്രവചനത്തിൽ ചിലർ ലിമിറ്റഡ് ആയി പോയി. 4 സ്റ്റേജ് കിട്ടിയപ്പോൾ അവർ ലിമിറ്റഡ് ആയി പോയി. 10 പേർ അവരെ ഫോൺ വിളിക്കാൻ ഉള്ളപ്പോൾ അവർ ലിമിറ്റഡ് ആയി പോയി. എവിടോ കേരളത്തിന്റെ 4 മൂലയിൽ പ്രസംഗിച്ചപ്പോഴത്തേന് അവർ ലിമിറ്റഡ് ആയി പോയി. പരിശുദ്ധാത്മ പറയുന്നു, അതല്ല നിന്റെ ഡെസ്റ്റിനി. ദൈവം ഇട്ടിരിക്കുന്ന ആ വലിയ സ്ട്രക്ചർ, ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ ദൈവത്തിന്റെ ഡിസൈനിങ്ങിനെ കുറിച്ചുള്ള ഒരു വലിയ സ്വപ്നം ഇന്ന് പകലിൽ ചില കർത്തൃദാസന്മാരുടെ ഉള്ളിലുണ്ടാകട്ടെ. ദൈവം നിന്നെ എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തു? നിന്നെ കുറിച്ചുള്ള ബൃഹത്തായ ദൈവത്തിന്റെ പ്ലാനുകൾ ഏതാ? ദൈവത്തിന്റെ സ്വപ്നത്തെ ക്യാരി ചെയ്യുന്ന ചില അഭിഷക്തന്മാരെ ദൈവത്തിന് ഈ തലമുറയിൽ ആവശ്യം. MBYF-ലൂടെ ഈ ചാനലിലൂടെ ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുന്നു, ദൈവത്തിന്റെ സ്വപ്നം ക്യാരി ചെയ്യുന്ന ചിലവര്. ദൈവത്തിന്റെ സ്വപ്നം നിന്നെ കുറിച്ച് എന്താണോ, അടുത്ത 10 വർഷം, 50 വർഷം, 40 വർഷം, 30 വർഷം നീ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ആ ഡിസൈനിങ് ഇന്ന് പകലിൽ ക്യാരി ചെയ്യുന്ന അഭിഷക്തന്മാരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ഡിസൈനിങ് അനുസരിച്ച് ജീവിക്കുക. ദൈവത്തിന്റെ ഡിസൈനിങ് ഇല്ലാത്ത കാര്യം നീ വിശ്വസിക്കരുത്.
what an awesome sentence. Hallelujah. പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നു പ്രിയരെ അത് പറയാൻ. ദൈവത്തിന്റെ ഡിസൈനിങ്ങിന് ഇല്ലാത്തതൊന്നും നീ വിശ്വസിക്കരുത്. ദൈവത്തിന്റെ ഡിസൈനിങ്ങിന് ഇല്ലാത്തതൊന്നും നീ അംഗീകരിക്കരുത്. ദൈവം എന്താണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഡിസൈനിങ് മാത്രം നീ വിശ്വസിക്കുക. നിനക്കൊരു പരാജയം വന്നാൽ ദൈവം തള്ളിക്കളയത്തില്ല. ദൈവം നിനക്കൊരു വീഴ്ച വന്നാൽ നിന്നെ തള്ളിക്കളയത്തില്ല. അങ്ങനെ തള്ളാനായിരുന്നെങ്കിൽ ആദാം വീണപ്പം ദൈവം വേറൊരു ആദാമിനെ ഉണ്ടാക്കണമായിരുന്നു. ദൈവം വേറൊരു ആദാമിനെ ഉണ്ടാക്കിയില്ല. ദൈവം ആദാമിനെ റീസ്റ്റോർ ചെയ്തു. ദാവീദ് തെറ്റ് കാണിച്ചപ്പോൾ ദാവീദിനെ തള്ളിക്കളഞ്ഞില്ല. അബ്രഹാം പിഴച്ചു പോയപ്പോൾ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ ചുവടുകൾ പിഴച്ചപ്പോൾ, അല്ലെങ്കിൽ അവൻ ഇസ്മായേലിനെ ജനിപ്പിച്ചപ്പോൾ അബ്രഹാമിനെ ദൈവം തള്ളിയില്ല. പ്രൈസ് ദി ലോർഡ്. മോശ ഈ പണിക്ക് എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് ദൈവത്തോട് എതിർത്തപ്പോൾ മോശയെ ദൈവം തള്ളിയില്ല. പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, നിന്റെ താൽക്കാലികമായ വീഴ്ചകൾ നിന്നെ ഒരിക്കലും ദൈവം മാറ്റി നിർത്തുന്നില്ല. ദൈവം നിന്നെ റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആത്മാവിൽ പുതുക്കാൻ ആഗ്രഹിക്കുന്നു, ചാർജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ആത്മ പറയുന്നു, ദൈവം നിന്നെ എന്ത് കാര്യത്തിന് ഡിസൈൻ ചെയ്തോ ആ കാര്യം നീ വിശ്വസിക്കുക. പിശാചിനോട് പറ, പോയി പണി നോക്ക്. എന്നെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഇന്ത്യയുടെ ഉണർവിന് വേണ്ടിയാ, ഒരു ഉണർവിന്റെ അപ്പോസ്തലനായിട്ടാ. പരിശുദ്ധാത്മാ വന്നേ അതിനു വേണ്ടുന്ന ചാർജിങ്, അതിനു വേണ്ടുന്ന അഭിഷേകം, അതിനു വേണ്ടുന്ന ഗ്രേസ് ദൈവം എന്റെ മേൽ പകരുമെന്നത് ഈ പകലിൽ ഞാൻ വിശ്വസിക്കുന്നു. സാത്താൻ കള്ളനാണ്, അവൻ ചതിയനാണ്. അവൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത് ഇന്ന് പകൽ. ജീസസ് നെയിം. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ഞാൻ ക്രൂശീകരണവുമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. പ്രവാചകൻ പറഞ്ഞു യേശുവിനെ എത്ര അടി അടിക്കണമെന്ന്. പുസ്തകത്തിൽ എഴുതി വെച്ചതുപോലെ ആ വാക്കൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ദൈവത്തെ സ്തുതിച്ചോ. പ്രവാചകൻ പറഞ്ഞു എത്ര അടി അടിക്കണമെന്ന്. ആ അടിയിൽ അധികം ഒരടി യേശുവിനെ അടിക്കാൻ അനുവദിച്ചില്ല. റോമൻ പടയാളികൾ, കരുത്തുള്ള പടയാളികൾ, സ്തോത്രം, ആചാരബാഹുവായിട്ടുള്ള പടയാളികൾ യേശുവിനെ ഒരടിയും കൂടെ അധികം അടിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് അടിക്കാൻ പറ്റുകയില്ല. കാരണം പ്രവചന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത്ര അടി യേശുവിനെ അടിക്കാവുന്നതാ. ഇന്ന് പകലിൽ ഈ വാക്ക് കേട്ടോ, ദൈവം പറഞ്ഞതിനപ്പുറം നിനക്കെതിരെ ഒരു ശത്രുവിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിനക്കെതിരെ ദൈവം പറഞ്ഞ ദൂതിനപ്പുറം, ദൈവം പറഞ്ഞ സ്ട്രാറ്റജിക്കപ്പുറം, ദൈവം പറഞ്ഞ ഡിസൈനിങ്ങിനപ്പുറം നിന്നെ പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രവചന വാക്കുകൾ അത്യന്തം സ്ഥിരമായിട്ടുള്ളത്. ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവാചക വാക്കുകൾ അത്യന്തം സ്ഥിരമായിട്ടുള്ളത്. എനിക്കൊരു ആത്മപ്രേരണ എന്റെ അകത്ത് ശക്തിയോടെ കത്തുകയാണ്. നോക്കിക്കേ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ദൈവം ഡിസൈൻ ചെയ്തതിൽ നിങ്ങൾ വിശ്വസിക്കുക. ടെമ്പററി പ്രൊവിഷൻസ് ഒന്നാമത്തെ ചിന്തയാ. ആ ടെമ്പററി പ്രൊവിഷനിൽ നിങ്ങളുടെ ഫോക്കസ് ആകരുത്. സ്വത്രം. ചില ആൾക്കാരെ കുറച്ച് സമയത്തേക്കാണ് നമ്മുടെ കൂടെ കൂട്ടി നിർത്തുന്നത്. അത് കഴിയുമ്പോൾ ദൈവം അവരെ മാറ്റും. കുറച്ച് സമയത്തേക്ക് നിങ്ങളെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സഹായിക്കാനോ സ്റ്റെപ്പ് ചെയ്യാനോ ദൈവം ചിലരെ കൂട്ടി നിർത്തും. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞാനത് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മുളക്കുഴ സഭ ആരംഭിക്കുമ്പോൾ, കർത്താവിന് സ്തോത്രം, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പ്രസ്താവിക്കുന്നില്ല. ഞാൻ ചെങ്ങന്നൂർ സഭ തുടങ്ങി ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ ഒരു രാവിലെ ഞായറാഴ്ചക്കകത്ത് പെട്ടെന്ന് ആരാധനയ്ക്ക് കടന്നു വന്നു. കോശി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ ആ പേരങ്ങ് പ്രസ്താവിച്ചു, കാരണം ചിലർക്കത് ഒരു ബലമാകാൻ വേണ്ടി. കോശി എന്ന് പറഞ്ഞൊരു സഹോദരൻ കയറി വന്നു പള്ളിക്കകത്ത്. യോഗം കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാനിവിടെ ഇരിക്കുമ്പോൾ പാസ്റ്റർക്ക് ഒരു ഗിറ്റാർ വാങ്ങിച്ചു തരാൻ ദൈവം എന്നോട് പറയുന്നു. ഞാൻ പറഞ്ഞു, യെസ്, ഞാനൊരു ഗിറ്റാറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കുറച്ചൊക്കെ ഗിറ്റാർ വാങ്ങിക്കാൻ അറിയാം. അദ്ദേഹം തൊട്ട് താഴത്തെ ATM പോയിട്ട് 12,000 രൂപ എടുത്തിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഗിറ്റാർ വാങ്ങിക്കാൻ. ഞാൻ ആ പൈസ കൊണ്ട് എറണാകുളത്ത് കൊണ്ടുപോയി. അതെ, സ്തോത്രം, വളരെ അനുഗ്രഹിക്കപ്പെട്ട വിത്ത് ഇലക്ട്രിഫൈ ചെയ്യുന്ന ഒരു ഗിറ്റാർ ഞാൻ വാങ്ങിച്ചു. പക്ഷേ രസം അതല്ല. ഗിറ്റാർ വാങ്ങിച്ചതിന് ശേഷം
പിന്നീട് ഇതുവരെയും ഞാൻ ആ സഹോദരനെ കണ്ടിട്ടില്ല. ഞാനൊന്ന് കാണാൻ കൊതിച്ചു, അദ്ദേഹത്തെ ഒന്ന് മീറ്റ് ചെയ്യാൻ കൊതിച്ചു. ആ ഞായറാഴ്ച മാത്രമാണ് അദ്ദേഹം പള്ളിയിൽ വന്നിട്ട് ഇറങ്ങിപ്പോയത്. ഈ ഗിറ്റാർ വാങ്ങിച്ചു വന്നിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി, പൈസ തന്നിട്ട് ഇറങ്ങിപ്പോയി. എന്താ അതിൽ നിന്ന് മനസ്സിലാകുന്നത്? ടെമ്പററി ആയിട്ടുള്ള ചില ബ്ലെസ്സിങ്ങുകൾ, പ്രൊവിഷനുകൾ ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ ആ വ്യക്തിയുടെ പുറകെ നിങ്ങൾ പോകരുത്, ആ വ്യക്തിയെ നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. കാരണം ആ സമയത്തേക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ദൈവം ചിലരെ ആക്കുകയാണ്. ചില ആൾക്കാരെ, ചില സ്ഥലങ്ങളെ, ചില വ്യക്തികളെ, ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ദൈവം തമ്പുരാൻ ആ സമയത്തേക്ക്, ഇറ്റ്സ് എ ടെമ്പററി ബ്ലെസ്സിങ്, ഇറ്റ്സ് എ ടെമ്പററി പ്രൊവിഷൻ. മിസ്രൈം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് ടെമ്പററി സ്ഥലമാണ്. ചിറ്റുള്ളി ഇറച്ചിക്കലവും കൊടുത്തത് ടെമ്പററി ആയിട്ടാ. ഡോണ്ട് ഫോക്കസ്. നിങ്ങൾ ഒരിക്കലും അതിനെ ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾക്ക് അവിടുന്ന് പുറപ്പാടുണ്ട്. ആത്മാവ് ചിലരോട് ഇടപെടുന്നു. ചിലർക്ക് ചിലയിടത്തുനിന്ന് പുറപ്പാടുകളുണ്ട്. ചില ഏറിയെന്ന് ദൈവം ഷിഫ്റ്റ് ചെയ്യാൻ പോകുകയാ. കർത്താവേ, ഇന്നലകളിൽ എന്നെ സഹായിച്ചവർ എന്താ എന്നെ സഹായിക്കാഞ്ഞതെന്ന് ചോദിക്കുന്നവരോട് പറയുന്നു, അവരെ ചില സമയത്തേക്ക് മാത്രമേ ദൈവം ആക്കിയിട്ടുള്ളൂ. ഷുഡ് നോട്ട് ഫോക്കസ് ദം. നീ അവരെ ഫോക്കസ് ചെയ്യരുത്. ലുക്ക് ഓൺ ജീസസ്, ദി ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. ജീസസ്. രണ്ടാമത്തെ കരുതലിനെ കുറിച്ച് സംസാരിക്കാൻ പോവാ. ഒരു 5-6 മിനിറ്റ് കൂടെ ഞാൻ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ കൂടി വന്ന ഒരു 10 മിനിറ്റ് അതിനകത്ത് ഞാൻ ബൈൻഡപ്പ് ചെയ്യും. സോറി. അപ്പോൾ ഒന്നാമത്തെ ടെമ്പററി പ്രൊവിഷനാണ്, താൽക്കാലികമായ കരുതൽ. ചിലപ്പോൾ ദുഷ്ടരായ ആൾക്കാരെ പോലും നിങ്ങളെ സഹായിക്കാൻ ദൈവം ഉപയോഗിക്കും. എത്ര പേര് അതിന് ആമീൻ പറയുന്നത് എനിക്കറിയത്തില്ല. ചില സമയത്ത് ദുഷ്ടരായ ആൾക്കാരെ പോലും നിങ്ങളെ സഹായിക്കാൻ ദൈവം ഉപയോഗിക്കും. ആമേൻ. അങ്ങനെ അനുഭവിച്ചവർ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഒരിക്കൽ പോലും അറിയാത്തവർ, ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ച ആ വ്യക്തികൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരോ സ്നാനപ്പെട്ടവരോ അല്ല. സ്തോത്രം. രക്ഷിക്കപ്പെട്ടവരോ സ്നാനപ്പെട്ടവരോ അല്ല. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് പോകും, പക്ഷെ അവരെ നിങ്ങൾ ശ്രദ്ധിക്കരുത്. സ്തോത്രം. അടുത്ത പ്രൊവിഷനെ കുറിച്ച്, കരുതലിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഡെയിലി പ്രൊവിഷനാണ്. അപ്പോൾ ഒന്നാമത്തത് ടെമ്പററി പ്രൊവിഷനാണ്, താൽക്കാലികമായ കരുതലാണ്. രണ്ടാമത്തെ കരുതലാണ് ഡെയിലി പ്രൊവിഷൻ. ഈ ഡെയിലി പ്രൊവിഷനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 16-9 വാക്യം, പുറപ്പാട് പുസ്തകം 16-9 വാക്യം പരിചയമായ വാക്യമാണ്. നമ്മളെല്ലാം ഇത് പ്രസംഗിക്കുന്ന വാക്യങ്ങളാണ്. പുറപ്പാട് പുസ്തകം 16-9 വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 16-9. മരുഭൂമിയിൽ അവർക്ക് വേണ്ടി ഡെയിലി ആയിട്ട് ദൈവം കരുതിയ വിധങ്ങളാണ്. 16-9. അഹരോനോട് മോശ, യഹോവയുടെ മുമ്പാകെ അടുത്തു വരുവീൻ, അവൻ നിങ്ങളുടെ പിറുവിറുപ്പ് കേട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും പറയുക എന്ന് പറഞ്ഞു. അഹരോൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും സംസാരിക്കുമ്പോൾ അവൻ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി. സംസാരിക്കുമ്പോൾ യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു. യഹോവ മോശയോട്, ഇസ്രായേൽ മക്കളുടെ പിറുവിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. നീ അവരോട് സംസാരിച്ചു, നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും. ബ്യൂട്ടിഫുൾ. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. പരിശുദ്ധാത്മ ഇടപെടുക. ഇത് നോക്കിക്കേ, ഡെയിലി പ്രൊവിഷൻ. എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ കരം. 400 വർഷം ടെമ്പററി പ്രൊവിഷൻ ആയിരുന്നു, താൽക്കാലിക കരുതലായിരുന്നു. എന്നാൽ 40 വർഷം ഒരു മരുഭൂമിയിലായിരുന്നപ്പോൾ ഡെയിലി ആയിട്ട് ദൈവം തമ്പുരാൻ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക.
ഇതൊരു ഭയങ്കര മെസ്സേജാ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആശയമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഡെയിലി ഇവിടെ ഇവര് പിറുപിറുക്കുന്നു. ഇസ്രായേൽ മക്കൾ അവര് പഴയ കാര്യം പറഞ്ഞ് പിറുപിറുക്കുന്നു. ദൈവത്തോട് അവർക്ക് നന്ദി ഉണ്ടാകുന്നില്ല. മിസ്രൈമിലെ ചിറ്റുള്ളിയുടെ ഇറച്ചിക്കലത്തിന്റെ കാര്യം പറഞ്ഞ് മോശ എന്ന നേതാവിനെതിരെ ഇവർ പിറുപിറുക്കുക. അപ്പോൾ അഹരോനോട് മോശ പറയുക, നീ സർവജനത്തെ നോക്കി പറ, യഹോവയുടെ തേജസ്സിന്റെ മേഘം ഇറങ്ങാൻ പോകുന്നു. ഇതൊരു ഭയങ്കര, എനിക്ക് ഇന്നലെ പകൽക്കാലം ഇന്നലെ രാത്രി എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തി. ദൈവത്തിന്റെ പ്രൊവിഷൻ അവർക്ക് ഡെയിലി കൊടുക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മേഘം ഇറങ്ങുന്നു. ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ മേഘം ഇറങ്ങുന്നു. ദൈവം അവർക്ക് മന്ന കൊടുക്കുന്നതിന് മുമ്പ്, ഇറച്ചി കൊടുക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മേഘം ഇറങ്ങുന്നു. ഇന്ന് ഇതിനകത്തുനിന്ന് ഒരു സന്ദേശമുണ്ട് കേട്ടോണ്ടിരിക്കുന്നവർക്ക്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ദൈവത്തിന്റെ ഗ്ലോറി വന്നതിന് ശേഷമാണ് മന്ന വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ ഗ്ലോറി റിവീൽ ആയതിനു ശേഷമാണ് ഇറച്ചി വെളിപ്പെടുന്നത്. അഹരോനോട് പറ അഹരോനെ, ജനത്തെ നോക്കി പറ, നിങ്ങളുടെ പിറുവിറുപ്പ് അവസാനിപ്പിക്കുക. യഹോവയുടെ ആ വാക്ക് ശ്രദ്ധിച്ചോ? ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ മേഘം വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ തേജസ് വെളിപ്പെടാൻ പോകുന്നു. 10ാമത്തെ വാക്യം, അവർ സർവ്വസംഘത്തോട് സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി. യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് മന്നയ്ക്ക് മുമ്പേ ദൈവം ഗ്ലോറി വെളിപ്പെടുത്തിയത്? ഷെക്കൈന വെളിപ്പെടുത്തിയത്. ഇറച്ചി കൊടുക്കുന്നതിന് മുമ്പ് ദൈവം ഷെക്കൈന വെളിപ്പെടുത്തുന്നു. 16ന്റെ 10ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം. ഡെയിലി പ്രൊവിഷൻ, മറ്റേത് ടെമ്പററി പ്രൊവിഷൻ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ടെമ്പററി പ്രൊവിഷൻ മിസ്രൈമിൽ ദൈവം കൊടുത്തപ്പോൾ ഗ്ലോറി വെളിപ്പെടുത്തിയില്ല. പക്ഷെ മരുഭൂമിക്കകത്ത് ദൈവം തമ്പുരാൻ ഡെയിലി പ്രൊവിഷനില് ഇറച്ചി കൊടുത്തപ്പോഴും മന്ന കൊടുക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മേഘം കൊണ്ടുവരിക. അതിനകത്ത് ഒത്തിരി വാക്കുകൾ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. മേഘം, ദൈവത്തിന്റെ മേഘം എന്നൂടെ തെളിച്ചു പറഞ്ഞാൽ, ദൈവത്തിന്റെ ഗ്ലോറി പോകുന്നതനുസരിച്ച, ദൈവത്തിന്റെ ഗ്ലോറി മൂവ് ചെയ്യുന്നതനുസരിച്ചാണ് ഇസ്രായേൽ മക്കളുടെ മുഴുവൻ മൂവ്മെന്റ് ഇരിക്കുന്നത്. ജീസസ്, this is an awesome word. Hallelujah. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു. ഗ്ലോറി മൂവ് ചെയ്യുന്നതനുസരിച്ചാണ് ജനത്തിന്റെ മൂവ്മെന്റ് ഇരിക്കുന്നത്. മേഘം എങ്ങോട്ട് ചലിക്കുന്നു അതുപോലാണ് ഇസ്രായേൽ മക്കൾ കൂടാരം മാറ്റിയടിക്കുന്നത്. നോക്കിക്കേ, മേഘം അവർക്ക് തണലായി നിൽക്കുമ്പോൾ അവർക്ക് വേർപ്പുണ്ടായില്ല, ദാഹം ഉണ്ടായില്ല, വിശപ്പുണ്ടായില്ല, ക്ഷീണം ഉണ്ടായില്ല. എനിക്ക് മറ്റൊരവസരം നമുക്ക് ഗ്ലോറിയെ കുറിച്ച് ധ്യാനിക്കാം. ദൈവത്തിന്റെ ഇങ്ങോട്ട് നോക്കിയേ, പരിശുദ്ധാത്മാവ് എന്നോട് ദൈവദാസന്മാരോട് ഓർപ്പിക്കാൻ പറയുന്നു. ഗ്ലോറി എന്നുള്ളത് ദൈവം തേജസ്സിലാണ് ദൈവം നിൽക്കുന്നത്. ദൈവത്തിന്റെ തേജസ്സാണ്, ആമേൻ, സ്തോത്രം, അവനെ ചുറ്റിയിരിക്കുന്നത്. ദൈവം തേജസ്സിലാണ് വസിക്കുന്നത്. ആ വാക്ക് ശ്രദ്ധിച്ചോ? ദൈവം തേജസ്സിലാണ് വസിക്കുന്നത്. ദൈവത്തിന് ലിമിറ്റ് ഇല്ല, ടൈം ലിമിറ്റ് ഇല്ല, പ്ലേസ് ലിമിറ്റ് ഇല്ല, സർഫേസുകൾ ലിമിറ്റ് ഇല്ല ദൈവത്തിന്. ദൈവം ഗ്ലോറിയിലാണ്. ആ ഗ്ലോറിയോടുകൂടെയാണ് ഏദനിൽ ഇറങ്ങി വന്നത്. ആ ഗ്ലോറിയിലാണ് ആദാമിനെ ദൈവം പൊതിഞ്ഞത്. പാപം ചെയ്തപ്പോൾ ആ ഗ്ലോറി നഷ്ടപ്പെട്ടു. പിന്നീട് നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം ഗ്ലോറിയായിട്ട് അവർക്ക് ഇറങ്ങി വരിക, മേഘം, സ്തോത്രം. എന്നാൽ പിന്നീട് പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം, ഗ്ലോറി മൂവ് ചെയ്യുന്നത് ബൈബിളിനകത്ത് കാണാം. ആ ഗ്ലോറി പിന്നെ മൂവ് ചെയ്യുന്നത് ഓരോ അധ്യായങ്ങളിൽ, ഓരോ പുസ്തകത്തിനകത്ത് ദൈവത്തിന്റെ ഗ്ലോറി മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇവിടെ മന്ന കൊടുക്കുന്നതിന് മുമ്പ്, ഇറച്ചി കൊടുക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മേഘം കൊണ്ടുവരുന്നു. 16ന്റെ 10 മേഘം കൊണ്ടുവന്നതിന് ശേഷമാണ് ദൈവം മന്ന കൊടുക്കുന്നത്, ദൈവം ഇറച്ചി കൊടുക്കുന്നത്.
എന്തിനാ ഗ്ലോറിയെ കൊണ്ടുവന്നേ? ആമേൻ, സ്തോത്രം. അതൊരു ഭയങ്കര മർമ്മമാണ്. ഗ്ലോറി എന്തിനാ ദൈവം കൊണ്ടുവന്നേ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഷെക്കൈനയാ. ദൈവത്തിന്റെ ഷെക്കൈനയ്ക്കകത്ത് ദൈവത്തിന്റെ ഷെക്കൈന ആദ്യം കൊണ്ടുവന്നതിന് ശേഷം ദൈവത്തിന്റെ കരുതൽ കർത്താവ് വെളിപ്പെടുത്തുക. പക്ഷെ മിസ്രൈമിൽ ടെമ്പററി പ്രൊവിഷൻ കൊടുത്തപ്പോൾ ദൈവം അത് കൊടുത്തില്ല, ഗ്ലോറി. പക്ഷെ മരുഭൂമിക്കകത്ത് അവർ യാത്ര ചെയ്തപ്പോൾ ഡെയിലി പ്രൊവിഷനകത്ത് ദൈവം തമ്പുരാൻ ദൈവത്തിന്റെ ഗ്ലോറി കൊണ്ടുവരികയാണ്. പ്രിയരെ, ഇതിനകത്തൊരു ശക്തമായ ദൂതുണ്ട്. ദൈവത്തിന്റെ ഗ്ലോറിയാണ് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ദൈവത്തിന്റെ ഗ്ലോറിയാണ് നിനക്ക് പ്രൊവിഷൻ ഇന്ന് പകൽക്കാലം ഏർപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ ഗ്ലോറിയാണ് നിന്നെ ഹൈലി സ്തോത്രം സേഫ് ആക്കുന്നത്. ഹൈലി നിന്നെ സെക്യൂരിറ്റി ചെയ്യുന്നത് ദൈവത്തിന്റെ ഗ്ലോറിയാണ്. ദൈവത്തിന്റെ ഗ്ലോറിയെ കുറിച്ച് ഒത്തിരി കാര്യം പറയണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ സബ്ജക്റ്റ് അതല്ല. പ്രൊവിഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഒന്ന് ടെമ്പററി പ്രൊവിഷൻ, രണ്ട് ഡെയിലി പ്രൊവിഷൻ. ദൈവത്തിന്റെ ഗ്ലോറി അവരോട് പറഞ്ഞു, പറ, ഇന്ന് വൈകിട്ട് ദൈവത്തിന്റെ ഗ്ലോറി പാളയത്തിൽ വെളിപ്പെടാൻ പോകുന്നു. അതിന്റെ പുറകിൽ ഞാൻ എൻ്റെ സ്തോത്രം മന്നയും ഇറച്ചി ഞാൻ എത്തിച്ചു തരാൻ പോവുക. സ്തോത്രം. ഇനി ഇത് പഴയ നിയമത്തിൽ മാത്രമല്ല ഈ ഡെയിലി പ്രൊവിഷൻ. പുതിയ നിയമത്തിൽ യേശു പ്രാർത്ഥന പഠിപ്പിച്ചില്ല. എന്തോ പറഞ്ഞത്? അന്നന്നത്തേക്കുള്ളത്. ഡെയിലി പ്രൊവിഷനെ കുറിച്ച് ഞാൻ പറയുന്ന അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ, അന്നന്നത്തേക്കുള്ളത്. സ്തോത്രം. ഡെയിലി യേശു പ്രാർത്ഥന പഠിപ്പിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയൊരു കാര്യം യേശുവിന്റെ പ്രാർത്ഥന. ആദ്യത്തെ 3 സെന്റൻസ് ദൈവവുമായി ബന്ധപ്പെട്ട വാക്കുകൾ, അവസാനത്തെ 3 സെന്റൻസ് മനുഷ്യനുമായി നമ്മുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ. ആദ്യത്തെ 3 വാക്കുകൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. കണ്ടോ? ഡെയിലി പ്രൊവിഷൻ. ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഓരോ ദിവസവും നിങ്ങൾക്കുള്ള കരുതൽ. വിശ്വസിക്കുന്നവർ, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അനുദിനം നിങ്ങളുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യുന്നൊരു ദൈവം. അനുദിനം. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, 40 വർഷം ദൈവം തമ്പുരാൻ മന്ന മുടക്കിയില്ല. ഇവര് പിറുപിറുത്തിട്ടും ഇവർ അനുസരണക്കേട് കാണിച്ചിട്ട് റിബല്യസ് ആയിട്ടും ദൈവത്തിന്റെ പ്രൊവിഷൻ മുടക്കിയില്ല. 40 വർഷം എനിക്ക് ആ ജനതയോട് നീരസം ഉണ്ടായെന്ന് ബൈബിളിൽ വായിക്കുന്നു. എന്നിട്ടും ദൈവം മന്ന മുടക്കിയില്ല. ഒറ്റ ദിവസവും മുടക്കിയില്ല. ഇവിടെ സന്തോഷത്തിന്റെ ഒരു സന്ദേശം പറയാം. എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോഴും, നിങ്ങൾ ദൈവത്തോട് റിബല്യസ് ആകുമ്പോഴും, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുമ്പോഴും ദൈവത്തിന്റെ പ്രൊവിഷൻ ദൈവം മുടക്കുന്നില്ല. ദൈവം അനീതിയുള്ള ദൈവമല്ല. ദൈവത്തിനെതിരെ നിങ്ങൾ സംസാരിക്കുമ്പോഴും, ചിറ്റുള്ളിയുടെയും ഇറച്ചിക്കലത്തിൻ്റെയും കാര്യം പറയുമ്പോഴും ദൈവം അവർക്കൊരു ദിവസം പോലും മന്ന മുടക്കിയില്ല. കനാനിൽ കയറുന്നത് വരെ അവർക്ക് മന്ന നിന്നില്ല. കനാനിൽ അവരുടെ വാഗ്ദത്തത്തിൽ കയറി കഴിഞ്ഞപ്പോൾ മന്ന നിന്നു എന്ന് വചനത്തിൽ വായിക്കുന്നു. ഇവിടെ യേശു പഠിപ്പിക്കുക പ്രാർത്ഥനയിൽ, അനുദിനം സ്തോത്രം, ഞങ്ങൾക്ക് ഉള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾക്കുള്ള ആഹാരം തരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തരണമേ. അതിനകത്ത് വലിയ സന്ദേശങ്ങളുണ്ട്. ഡെയിലി പ്രൊവിഷൻ, ടെമ്പററി പ്രൊവിഷൻ. ഇനി ഒരു കാര്യം കൂടെ 2-3 മിനിറ്റിനകത്ത് പറഞ്ഞ് ഞാൻ ഈ ദൂത് ക്ലോസ് ചെയ്യുകയാണ്. ഡെയിലി, അനുദിനം. പ്രിയരെ, ഇവിടെ എനിക്കൊരു ഭയങ്കര ഒരു ഹൃദയത്തെ സ്പർശിച്ചൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ആവശ്യം ഇന്നതെന്ന് നിങ്ങൾ പറയുന്ന ദൈവത്തിന് അറിയാം. അത്രയ്ക്ക് നല്ലൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹൃദയത്തിൽ ഒന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അതെന്നാണെന്ന് അറിഞ്ഞത് പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു ദൈവത്തെ നിങ്ങൾ സേവിക്കുന്നത്.
ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ എൻ്റെ ലൈഫിനകത്ത് ചിലത് പ്രാർത്ഥിച്ചിട്ട് പോലുമില്ല പ്രിയരെ, ഒന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ അതെൻ്റെ കയ്യിൽ കർത്താവ് കൊണ്ടു തന്നു. ഇത്രയും നല്ലൊരു ദൈവത്തെ എവിടെ കിട്ടും പ്രിയരെ? ഇത്രയും നല്ലൊരു ദൈവം, ഇത്രയും വലിയൊരു ദൈവത്തെ സേവിക്കാൻ പറ്റുന്നത് എത്ര ഭാഗ്യമാണ് പ്രിയരെ. ഡെയിലി ദൈവത്തിന്റെ പ്രൊവിഷൻ. ഞാൻ ചോദിക്കട്ടെ, ഈ ലോക്ക്ഡൗൺ ആയിട്ടും ഒറ്റ മീറ്റിങ്ങിന് പോകാൻ പറ്റാതിരുന്നപ്പോഴും ഈ 3.5-4 മാസമായിട്ട് ചർച്ച് തുറക്കാതിരിക്കുമ്പോഴും ഒരാൾ പോലും വീട്ടിൽ കടന്നു വരാതിരിക്കുമ്പോഴും ഒറ്റയ്ക്ക് നീ അകത്തിരുന്നപ്പോഴും എന്റെ ചോദ്യം, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നടത്തിയില്ലേ? ദൈവം തമ്പുരാൻ ഒന്നെങ്കിലും മുടക്കിയോ? ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ബാലസിംഹങ്ങൾക്ക് ഇരകിട്ടാതിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല. ഡെയിലി പ്രൊവിഷൻ. നിങ്ങളുടെ പോക്കറ്റ് കാലിയാകാൻ ദൈവം അനുവദിച്ചില്ല. നിങ്ങൾക്ക് പട്ടിണി കിടക്കാൻ ദൈവം അനുവദിച്ചില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ദൈവം നടത്തി. ഡെയിലി നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം നടത്തി തന്നു. ആ ദൈവത്തിന് നന്ദിയും ആരാധനയും നിങ്ങൾ അർപ്പിക്കുക. ഒത്തിരി കാര്യം പറയാനുണ്ട്, പക്ഷെ ഞാൻ അതെല്ലാം കട്ട് ഷോട്ട് ചെയ്യുകയാണ്. മൂന്നാമത്തെ പ്രൊവിഷനാണ് പെർമനന്റ് ബ്ലെസ്സിങ്സ്, നിലനിൽക്കുന്ന അനുഗ്രഹം. മറ്റേത് ടെമ്പററി ആയിരുന്നു, ഇത് ഡെയിലി ആയിരുന്നു. മൂന്നാമത്തതാണ് നിലനിൽക്കുന്ന കരുതൽ. അതൊരു വലിയ സബ്ജക്റ്റാണ്, നിലനിൽക്കുന്ന കരുതലുകൾ. 1-2 കാര്യം പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭൂമിയിൽ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, അതൊരു വ്യക്തിയാണ്. ബ്ലെസ്ഡ് ഈസ് ദ മാൻ. 1-ാം സങ്കീർത്തനം വായിക്കുന്നു. മലയാളം ബൈബിളിനകത്ത് ആ ട്രാൻസ്ലേഷൻ അല്പം വ്യത്യാസം. അനുഗ്രഹം ഒരു വസ്തുവല്ല, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തി ആരാണ്? യേശുവാണ്. യേശു തമ്പുരാനാണ് അനുഗ്രഹം. ചിലതിനെ മെറ്റീരിയലായിട്ട് കാണുകയാണ്, ഒരിക്കലുമല്ല. ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്. ഒന്നുകൂടെ തെളിച്ചു പറയാം. അതൊരു വസ്തുമാറ്റമല്ല. ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്. ഈ വാക്ക് 1 മണിക്കൂർ ധ്യാനിക്കാനുണ്ട്. ഈ പറയുന്ന വാക്ക് ഇറ്റ്സ് എ പൊസിഷൻ. ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്. ഞാനൊരു കാര്യം പറയാം, കർത്താവിന്റെ സ്തോത്രം. നിങ്ങളെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കി അപ്പോയിന്റ് ചെയ്തിരിക്കട്ടെ 5 വർഷത്തേക്ക്. അടുത്ത 5 വർഷം നിങ്ങളെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊസിഷനെ സാഹചര്യങ്ങൾ കിളക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാട്ട്. നിങ്ങളെ ഒരു പൊസിഷനിൽ ദൈവം ആക്കി കഴിഞ്ഞാൽ ഇവിടെ എന്നാ കൊറോണ വന്നാലും വെള്ളപ്പൊക്കം വന്നാലും പ്രതികൂലം വന്നാലും പ്രശ്നം വന്നാലും ആ പൊസിഷനെ മാറ്റാൻ കഴിയത്തില്ല. വചനം പറയുന്നു, എഫേസ്യ ലേഖനം 1:3, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ ദൈവം നിന്നെ നിറച്ചിരിക്കുന്നു. ദൈവം ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്, അത് അവസ്ഥ മാറ്റമല്ല. നിങ്ങളെ ബൈബിളിൽ വിളിച്ചിരിക്കുന്ന പേര് തന്നെ അനുഗ്രഹിക്കപ്പെട്ട ആളെന്ന. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ ജാതികൾക്ക് വന്നിരിക്കുക. നിങ്ങളുടെ തലമേൽ എബ്രഹാമിക് ബ്ലെസ്സിംഗ്. നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കി നിങ്ങൾ വിലയിരുത്തരുത്. ഇപ്പോഴത്തെ കണ്ടീഷൻ ഒരിക്കലും സത്യമല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അല്ല നിങ്ങൾ ഭാവിയിൽ പ്രാപിക്കാൻ പോകുന്ന കണ്ടീഷൻ. ഇറ്റ്സ് എ പെർമനന്റ് ബ്ലെസ്സിങ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില അനുഗ്രഹത്തിലേക്കും പ്രൊവിഷനിലേക്കും കരുതലിലേക്കും ദൈവം കൊണ്ടുപോകാൻ പോകുന്നു. ജീസസ് നെയിം. നിലനിൽക്കുന്ന പ്രൊവിഷൻസ്, ടെമ്പററി ആയിട്ടുള്ള പ്രൊവിഷൻ അല്ല, ഡെയിലി പ്രൊവിഷൻ അല്ല, നിലനിൽക്കുന്ന. അപ്പൊ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ, ഒരു പൊസിഷനാണ്. കണ്ടീഷൻ അനുസരിച്ച് അത് മാറുന്നതല്ല ആ ബ്ലെസ്സിങ്. ക്രിസ്തുവിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാ, ക്രിസ്തുവിൽ നീ നീതീകരിക്കപ്പെട്ടവനാ, നീ വിശുദ്ധീകരിക്കപ്പെട്ടവനാ.
സ്തോത്രം. ആ പോസ്റ്റിനെ മാറ്റാൻ പറ്റത്തില്ല. സാത്താൻ ഇനി എന്തൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചാലും ദൈവമാക്കിയ ആ ബ്ലസ്സഡ് ആയിട്ടുള്ള പോസ്റ്റിനെ മാറ്റാൻ ഇവിടുത്തെ ഒരു ക്ഷാമത്തിനും ഒരു വൈറസിനും ഒരു പ്രതികൂലത്തിനും ഒരു തരത്തിലെ പോരാട്ടങ്ങൾക്കും പറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യു ആർ ബ്ലസ്ഡ് ബൈ ദ ലോർഡ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. പെർമനന്റ് ബ്ലെസ്സിംഗ്. ദൈവത്തിന്റെ അനുഗ്രഹം കുറച്ച് മുറിച്ചു തരുന്നതല്ല, പെർമനന്റ് ബ്ലെസ്സിംഗ്. ബൈബിളിനകത്ത് പെർമനന്റ് ബ്ലെസ്സിംഗ് ഒത്തിരി ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ സ്തോത്രം ഒത്തിരി ഇഷ്ടപ്പെടുന്ന വാക്യങ്ങളുണ്ട്. 15:16 സ്തോത്രം. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ എങ്ങനെ ഫലം കായ്ക്കാൻ പറ്റും? ആ ഇന്റിമസി ശ്രദ്ധിച്ചേ. പെർമനന്റ് ബ്ലെസ്സിങ്സ്, നിലനിൽക്കുന്ന അനുഗ്രഹം, നിത്യത നിലനിൽക്കുന്ന അനുഗ്രഹമാണ്. എറ്റേണിറ്റി. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ സമാധാനം, സ്വസ്ഥത, അഭിഷേകം, ദൈവം നമുക്ക് വെച്ചിട്ടുള്ള വിശ്വസിക്കുന്നവർ. എനിക്കറിയാം ഒത്തിരി കർത്തൃദാസന്മാർ എന്നെ വാച്ച് ചെയ്യുന്നു. ഇന്ന് പകലിൽ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഈ 3 കരുതലുകളെ മറക്കരുത്. ടെമ്പററി ആയിട്ടുള്ള കരുതൽ, ഡെയിലി ആയിട്ടുള്ള കരുതൽ, അതുപോലെ തന്നെ പെർമനന്റ് നിലനിൽക്കുന്ന കരുതലുകൾ ദൈവം നമുക്ക് വേണ്ടി. ഇനി മറ്റൊരു കാര്യം പറയാം പ്രിയരെ, ബ്ലെസ്സിങ്ങുകൾ ഒന്നും നമുക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ അടുത്ത ജനറേഷനുകളിലേക്കുള്ളതാണ്. ദൈവത്തെ ശരിക്ക് വിളിക്കുന്ന, ദൈവത്തെ ശരിയായി സേവിക്കുന്ന ഒരാളുടെ സ്തോത്രം ഒരു 10 തലമുറ അല്ലെങ്കിൽ ഒരു 100 തലമുറ വരെ ആ അനുഗ്രഹം ആ തലമുറയിൽ പിന്തുടരും. ദൈവത്തെ ശരിക്ക് ഫോളോ ചെയ്യുന്നവർ, ഉടായ്പും തട്ടിപ്പും കാണിക്കുന്നവരല്ല, ദൈവത്തെ പരമാർത്ഥമായി സേവിക്കുന്നവന്റെ തലമുറകൾ 10 തലമുറ അല്ല 100 തലമുറ. ശാപങ്ങൾ വീട്ടിൽ നിന്ന് മാറുകയാണ്, കുടുംബത്തിൽ നിന്ന് അരിഷ്ടതകൾ മാറുകയാണ്. ആ ബ്ലെസ്സിംഗ് എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരിക. ബ്ലെസ്സഡ് ഈസ് ദ മാൻ. അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ, ആറ്റരികത്ത് നട്ടിരിക്കുന്ന മനുഷ്യൻ, വേരാഴത്തിൽ പിടിച്ച മനുഷ്യൻ, വെള്ളം വലിച്ചെടുക്കുന്ന മനുഷ്യൻ, ദൈവത്തോട് അടുത്തു നിൽക്കുന്ന മനുഷ്യൻ, കൊമ്പിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ, വസിക്കുന്ന മനുഷ്യൻ, ഫലം കായ്ക്കുന്ന മനുഷ്യൻ, നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളുള്ളവനാണ്, നിലനിൽക്കുന്ന കരുതലുകളുള്ളവനാണ്. This is an awesome. This is awesome. Praise the Lord. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നു. ആമേൻ. നോക്കിക്കേ, യോഹന്നാൻ 15 ഭൂമിയിലെ അഗ്രികൾച്ചറുമായിട്ട് ദൈവം തമ്പുരാൻ സ്വർഗീയ കാര്യങ്ങൾ സംസാരിക്കുക. ആമേൻ. അധികം ഫലം കായ്ക്കേണ്ടത് ഞാൻ എന്നെ ചെത്തിവെടുപ്പാക്കുന്നു. എൻ്റെ കൂടെ ചേർന്ന് വസിക്കുന്നവന്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നില്ല. അത് ഡെയിലി ബ്ലെസ്സിംഗ് അല്ല, ടെമ്പററി ബ്ലെസ്സിംഗ് അല്ല, നിലനിൽക്കുന്ന അനുഗ്രഹം. പ്രിയരെ, നിത്യജീവൻ എന്ന് പറയുന്നത് നിലനിൽക്കുന്നതാണ്. ദർ ഇസ് നോ എൻഡ്. നിത്യജീവൻ. അതുകൊണ്ടാണ് ആ വാക്കിന് സമൃദ്ധിയായ ജീവൻ എന്ന് എഴുതിയിരിക്കുന്നത് യോഹന്നാൻ 10. സമൃദ്ധിയായ ജീവൻ എന്തുവാ? എറ്റേണൽ ലൈഫാ. നിലനിൽക്കുന്ന അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ആ പ്രൊവിഷന് വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ നിലനിൽക്കുന്ന അനുഗ്രഹത്തിലേക്ക് ഈ പകൽക്കാലം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ആർദ്രപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ MB വൈഫിലൂടെ ഇപ്പോഴും തുടർന്നും ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിച്ചോ, ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്യരുത്. ഈ ഭൂമി ടെമ്പററിയാ. ഹലോ, ഈ കാണുന്നതെല്ലാം ടെമ്പററിയാ. ഇതെല്ലാം മാഞ്ഞു പോകുന്നതാ. ഈ കാണുന്ന പ്രതാപങ്ങളെല്ലാം പോകും, പൈസ പോകും, സൗന്ദര്യം പോകും, എല്ലാം പോകും, കാണപ്പെട്ടതെല്ലാം പോകും. പക്ഷെ നിലനിൽക്കുന്നത് യഹോവയുടെ വചനം, നിലനിൽക്കുന്നത് നിത്യത, നിലനിൽക്കുന്നത് മാത്രം. നിലനിൽക്കുന്ന, അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞത്, നിലനിൽക്കുന്ന പട്ടണത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. താൽക്കാലികമായിട്ടുള്ള കരുതലിലേക്ക് അവർ ഫോക്കസ് ചെയ്തില്ല. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് തന്നെ പറയുന്നു, ഈ ലോകം, ഭൂമി ഒഴിഞ്ഞു പോകും, ഇതിനകത്തുള്ളതെല്ലാം നീങ്ങിപ്പോകും, പക്ഷെ നിലനിൽക്കുന്നതായ ജീവന്റെ വചനം ഈ പകൽക്കാലം നമുക്ക് അതിനെ ഫോക്കസ് ചെയ്യാം, ആ കർത്താവിനെ ഫോക്കസ് ചെയ്യാം. ബ്ലെസ്സഡ് ഈസ് ദ മാൻ
ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റാണ്, ഒരു പൊസിഷനാണ്. ആ പൊസിഷനിൽ നമുക്ക് നിൽക്കാം. കർത്താവിൽ ഉള്ള അനുഗ്രഹങ്ങളൊന്ന് ആസ്വദിക്കാൻ പ്രിയരെ. കർത്താവിനുള്ള അനുഗ്രഹം, കർത്താവിനോട് കൂടെ ചേർന്നിരുന്നു കൊണ്ട് അവന്റെ അനുഗ്രഹങ്ങളൊന്ന് ഒന്ന് ആസ്വദിക്കാൻ പ്രിയരെ. സത്യത്തിൽ ക്രിസ്ത്യൻ ലൈഫ് ആസ്വദിക്കാനുള്ളതാ. ക്രിസ്തീയ ജീവിതം ഞരങ്ങിയുള്ളതല്ല, അത് ആസ്വദിക്കേണ്ടതാ. മരണം ആസ്വദിച്ചു യേശു ക്രൂശിൽ. ആർക്കും മരണം ആസ്വദിക്കാൻ പറ്റും പ്രിയരെ? പക്ഷെ യേശു മരണം ആസ്വദിച്ചു. ഈ ആസ്വാദനം ഒരു കലയാ. എല്ലാവർക്കും ഒന്നും ആസ്വദിക്കാനുള്ള കഴിവില്ല. മലയാളി ആസ്വദിക്കാനുള്ള കഴിവില്ല. വെള്ളക്കാരന് ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുത്താൽ അവൻ 1.5 മണിക്കൂർ കൊണ്ട് ആസ്വദിച്ചാ കുടിക്കുന്നത്. നമുക്ക് ഒരു പാത്രം ചോറ് 10 പൊറോട്ടയൊക്കെ 2 സെക്കൻഡ് കൊണ്ടാ ചിലര് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നത്. ചിലർ ഇരിക്കുന്നേ കാണാം, എഴുന്നേറ്റ് പോകുന്നേ കാണാം. ആസ്വദിക്കാനുള്ള കഴിവില്ല. കുടുംബജീവിതം ആസ്വദിക്കാനുള്ളതാ. ക്രിസ്തീയ ജീവിതം യേശുവപ്പായോടുള്ള ആസ്വാദനത്തിന്റെ ജീവിതമാണ് ക്രിസ്ത്യൻ ലൈഫ്. അതിൽ കഷ്ടതയും പ്രയാസവും പ്രതികൂലവും പോരാട്ടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ആസ്വദിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പോകുന്നവർക്ക് ക്രിസ്തീയ ജീവിതം അരോചകത്വമല്ല പ്രിയരെ, ബുദ്ധിമുട്ടുകൾ അരോചകത്വമല്ല. അവർ കർത്താവിന്റെ സന്നിധിയിൽ ആസ്വാദനത്തോടെ മുമ്പോട്ട് പോകും. കഷ്ടത വരട്ടെ. പൗലോസ് വീണ് കിടക്കുന്നെങ്കിലും പറയാ, നശിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഇടുങ്ങുന്നില്ല. എല്ലാവരെയും സമ്പന്നരാക്കുന്ന ഒരു അഭിഷേകം ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ജീസസ്. പൗലോസാണ് ഏറ്റവും അധികം കാരാഗ്രഹത്തിൽ കിടന്നത്, അടികൊണ്ടത്. ബൈബിളിനകത്ത് ഏറ്റവും അധികം സുവിശേഷത്തിന് വേണ്ടി കഷ്ടത അനുഭവിച്ച മനുഷ്യൻ പൗലോസാണ്. പക്ഷെ തന്റെ കഷ്ടതയെക്കുറിച്ച് പറയാതെ ദൈവത്തിലുള്ള ആനന്ദത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ലേഖനം എഴുതിയത് കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴല്ലേ. ആ എഴുതിയ ലേഖനത്തിനകത്ത് തന്റെ കഥകളൊന്നും പറയുന്നില്ല. അവൻ ആസ്വദിക്കുക ക്രിസ്ത്യൻ ലൈഫ്. യേശുവിനോടുള്ള ജീവിതം ആസ്വദിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആസ്വദിക്കും പ്രിയരെ. നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലം വലുതാണ്. നിങ്ങളെ ചവിട്ടുമ്പോൾ, ആൾക്കാർ ഇട്ടിട്ട് പോകുമ്പോഴോ, കർത്താവേ സ്തോത്രം, നന്ദി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 3 കരുതലുകളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. 1 ടെമ്പററി ബ്ലെസ്സിങ്, പ്രൊവിഷൻ. 2 ഡെയിലി പ്രൊവിഷൻ. 3 കർത്താവിന് സ്തോത്രം, പെർമനന്റ് ബ്ലെസ്സിങ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിലനിൽക്കുന്ന അനുഗ്രഹത്തിനായി ഈ കുഞ്ഞുങ്ങളെ ഞാൻ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇത് ഇപ്പോൾ കണ്ടവരും ഇനി കാണാനിരിക്കുന്നവരുമായ എല്ലാ മക്കൾക്കും ഈ മെസ്സേജ് ഒരു അനുഗ്രഹമായി തീരട്ടെ. അങ്ങനെ ചെയ്യും. ഈ MB വൈഫിലെ എല്ലാ അഡ്മിൻസിനെയും ഞാൻ അനുഗ്രഹിക്കുന്നു. എക്സ്പെഷ്യലി കർത്താവിന്റെ ദാസന്മാർ എല്ലാവരെയും, പ്രിയ ഗ്ലാഡ്സനെ എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവെ. എല്ലാവരുടെ പേര് ചൊല്ലി പ്രാർത്ഥിക്കുന്നു. തുടർന്നും നടക്കുന്ന ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. റോഷൻ ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചാട്ട് കർത്താവെ. ഇതിന്റെ എല്ലാ അഡ്മിൻസിനെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു കർത്താവെ. അടിയനെ ഇന്ന് രാവിലെ ഉപയോഗിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. May God bless you with these words. ദൈവം അനുഗ്രഹിക്കട്ടെ ധാരാളം.